ഓക്കെ, പ്രവചനത്തിനായിട്ട് ഒരുങ്ങാമേ. പ്രവചനം. വാചനങ്ങളിൽ ഞാൻ നിങ്ങൾ അനന്തമായി സ്നേഹിക്കുന്നു. എന്റെ ഹൃദയം തുറന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എന്നിലേക്ക് വരും. നിങ്ങൾ എന്നിലേക്ക് വരും. എന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്റെ വാത്സല്യ മക്കളെ, എന്റെ അനന്ത ജ്ഞാനം ഞാൻ നിങ്ങളിലേക്ക് തന്നിരിക്കുന്നു. എന്റെ വെളിപാടുകൾ ഞാൻ നിങ്ങളിലേക്ക് തന്നിരിക്കുന്നു. നിങ്ങളെ വിട്ട് നിങ്ങൾ എന്നിലേക്ക് വരുവി. ഞാൻ നിങ്ങളെ വഴി നടത്താം. ഞാൻ നിങ്ങളെ വഴി നടത്തും. ഞാൻ നിങ്ങളിൽ തന്നെ വസിക്കും. ഞാൻ നിങ്ങളെ വഴി നടത്തും. ഞാൻ നിങ്ങളിൽ അഭിഷേകം തുറക്കും. ഞാൻ നിങ്ങളിൽ അഭിഷേകം തുറക്കും. ഇത് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും. പ്രവചനത്തിന്റെ അടയാളമായിട്ട് വലതുകാലിലെ മസ്തിൽ കയറുന്ന അവസ്ഥ, കുനിഞ്ഞെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് മസ്തിൽ കയറുന്ന അവസ്ഥ, കർത്താവ് സൗഖ്യം കൊടുക്കും. ഇത് യൂട്യൂബ് ചാനലിൽ കാണുകയാണെങ്കിൽ അവർക്കോ സൗഖ്യം കിട്ടുന്നതായി. ആമേൻ. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. 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 Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. Hallelujah. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എടുത്തു വെച്ചോട്ടോ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥേ 1420 ഖണ്ഡിക, അത് നിങ്ങൾ എടുത്തു വെച്ചോ കേട്ടോ. അതെടുത്ത് വെച്ചോ. ഞാനത് അഡ്വാൻസായിട്ട് പറഞ്ഞെന്നുള്ളൂ. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ നാമം കരുണയാണെന്നുള്ള പോപ്പ് ഫ്രാൻസിസ് അല്ലേ, അദ്ദേഹത്തിൻ്റെ എഴുതപ്പെടാത്ത ചാക്രിക ലേഖനമാണിത്. അദ്ദേഹത്തെ അഭിമുഖം ചെയ്ത് അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ചാക്രിക ലേഖനം. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഡയറക്റ്റായിട്ട് എഴുതിയതല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ എഴുതപ്പെടാത്ത ചാക്രിക ലേഖനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം, ഇപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിർത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു, മാനവികതയ്ക്ക് മുറിവേറ്റിട്ടുണ്ട് അല്ലേ, പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ അത് സുഖപ്പെടണം. അതിന് എന്ത് വേണം? സുഖപ്പെടണമെങ്കിൽ എന്ത് വേണം? ചികിത്സ വേണം എന്നൊക്കെ പറഞ്ഞാണ് അത് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാഗം ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ രണ്ടാമത്തെ അധ്യായം, അതിൽ പറയണതാണ് ഫസ്റ്റ് തുടങ്ങുന്നത് എന്തെന്നാണെന്ന് കണ്ടോ നിങ്ങൾ? അതിൻ്റെ ഹെഡ്ലൈൻ കുംഭസാരത്തിൻ്റെ സമ്മാനം. അപ്പോൾ കുംഭസാരം എന്ന കൂദാശയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ എന്താണ് പരിക്കേറ്റ മനുഷ്യവംശത്തിന് മരുന്ന് വെച്ച് കെട്ടേണ്ടതുണ്ട് അല്ലേ, എന്താണ് സൗഖ്യം വേണം എന്നൊക്കെ മാർപ്പാപ്പ പറഞ്ഞു. അപ്പോൾ എന്താണ് സൗഖ്യം അല്ലെങ്കിൽ എന്താണ് ചികിത്സ എന്നതിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് സുഖപ്പെടുത്തലിൻ്റെ കൂദാശകൾ എന്നുകൂടി കുംഭസാരത്തിൻ്റെ അല്ലേ, കുംഭസാരം എന്ന കൂദാശ സുഖപ്പെടുത്തലിൻ്റെ കൂദാശ എന്നുകൂടി അറിയപ്പെടുന്നു. രോഗീലേപനവും അല്ലേ, സുഖപ്പെടുത്തലിൻ്റെ കൂദാശ. അപ്പം ഞാനിത് ദൈവത്തിൻ്റെ നാമം കരുണയാണെന്ന ആ ചാക്രിക ലേഖനത്തിൻ്റെ ഈ രണ്ടാം ഭാഗം ഞാൻ വായിക്കാൻ പോവാണ്.
നിങ്ങൾ ശ്രദ്ധിക്കണേ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോൾ എന്തോ ഓക്കെ നിങ്ങൾ കേട്ടോ, പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളല്ല ഇതിൽ പറയണത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണേ. അതിൻ്റെ ഇടയിൽ അങ്ങാടി ഇങ്ങാടും ശ്രദ്ധ പോകരുത് കേട്ടോ. അതേപോലെ ഈ CCC 1420 ഖണ്ഡിക നിങ്ങൾ എടുത്തു വെച്ചോളും. അപ്പോൾ അവിടെ കുംഭസാരം എന്ന കൂദാശയെക്കുറിച്ചും ഒക്കെ പരാമർശിക്കുന്നുണ്ട്, സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒക്കെ നമ്മൾ ചെറുതായിട്ട് അവിടെ ആ ഭാഗത്തേക്കൊക്കെ വരും. അപ്പോൾ ഞാൻ ഇത് വായിക്കാൻ പോവാണ്, ഈ ചാക്രിക ലേഖനം. എന്തുകൊണ്ടാണ് കുംഭസാരത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്? കണ്ടോ, ആദ്യത്തെ ചോദ്യമാണ്, രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യത്തെ ചോദ്യമാണ്. അഭിമുഖം നടത്തുന്ന ആൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കണേ? എന്തുകൊണ്ടാണ് കുംഭസാരത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളോടും ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്? അല്ലേ, പല കാരണങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ കാര്യം എന്താ? ഫസ്റ്റ് നമുക്ക് എടുത്തു പറയാനായിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്താ? എന്തുകൊണ്ടാണ് കുംഭസാരത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത് എന്ന് പറഞ്ഞാൽ കാരണം അത് കൂദാശയാണ്. അതുകൊണ്ടാണ്. മനസ്സിലായോ? ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ അതിൽ പാപമോചനം എല്ലാം അല്ലേ, സൗഖ്യം, വിടുതൽ, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്? അത് കൂദാശയാണ്. അതുകൊണ്ടാണ് അത്രയേറെ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, വിശുദ്ധ പത്രോസിൻ്റെ ദൈവാലയത്തിൽ വെച്ച് പ്രായശ്ചിത്തപരമായ ആരാധനക്രമത്തിനു മധ്യേ പരസ്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ ആദ്യത്തെ മാർപ്പാപ്പയാണങ്ങ്. മാനസാന്തരപ്പെട്ട്, ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ വാക്കുകളും ശ്രദ്ധിക്കണേ കേട്ടോ, ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം. മാനസാന്തരപ്പെട്ട് സ്വന്തമായി പാപമോചനം തേടുകയും. ശ്രദ്ധിച്ചോ നിങ്ങൾ ആ വാക്ക്? മാനസാന്തരപ്പെട്ടു, അതിനുശേഷം പിന്നെ എന്തുണ്ടാവണമെന്ന്? സ്വന്തമായി പാപമോചനം തേടുകയും. ഇപ്പം നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിൽ വരും അല്ലേ, സ്വന്തമായി പാപമോചനം തേടുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? അതിൻ്റെ എതിര് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് അല്ലേ, അതിൻ്റെ ഓപ്പോസിഷൻ എന്താണ്? കൂദാശകളില്ലാതെ ഇല്ലേ, മനസ്സിലാവുണ്ടോ? മാനസാന്തരപ്പെട്ടതിന് ശേഷം സ്വന്തമായി പാപമോചനം തേടുകയും, അതായത് കൂദാശകളുടെ ഒന്നും സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നർത്ഥം. മനസ്സിലാവുണ്ടോ? അത്തരത്തിലുള്ള, നമ്മൾ അതിലോട്ടൊന്നും ഒരുപാട് പോകണില്ല, കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഒരു സെക്കൻഡ്, ഇതിൻ്റെ ഇടയിൽ അഡ്മിറ്റ് വരുമ്പോൾ ശ്രദ്ധ പോയി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലായോ? സ്വന്തമായി നമുക്ക് ആ ഗ്യാങ്ങിനെയൊക്കെ അറിയാമല്ലോ അല്ലേ, പിന്നെ അതൊക്കെ പറഞ്ഞ് ഒരുപാട് അല്ലേ, നമ്മൾ ആ കഥയിലേക്ക് പോകണ്ട. സ്വന്തമായി പാപമോചനം തേടുകയും, അതായത് കൂദാശകൾ നമ്മൾക്ക് ആവശ്യമില്ല എന്നർത്ഥം. മനസ്സിലാവുണ്ടോ? അപ്പോൾ സ്വന്തമായി പാപമോചനം തേടുകയും, പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവവുമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുകയും. കണ്ടോ, ദൈവവുമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ പോകുന്ന ആൾക്കാർ. മനസ്സിലാവുണ്ടോ? അപ്പോൾ എന്താണ് ദൈവവുമായിട്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണത്? അതിനെന്തെന്ന് പറയും? മധ്യസ്ഥമൊന്നും നമുക്ക് ആവശ്യമില്ല, ദൈവവുമായിട്ട് നമ്മൾ പറഞ്ഞ് തീർത്തോളാം. മനസ്സിലാവുണ്ടോ? മധ്യസ്ഥതയുടെ മറ്റു മധ്യസ്ഥത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്നർത്ഥം. ശ്രദ്ധിച്ചോ നിങ്ങൾ? മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞ വാക്കിന് ശേഷം രണ്ട് കാര്യങ്ങൾ എഴുതിയിരിക്കണേ. സ്വന്തമായി പാപമോചനം തേടുകയും എന്ന് പറഞ്ഞാൽ കൂദാശകൾ ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ? രണ്ടാമത്തെ കാര്യം എന്താ പറയണത്? ദൈവവുമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്താൽ പോരെ. അപ്പോൾ സഭ എന്തു പറയും? പോരാ. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണെന്ന് നമ്മളിപ്പോൾ ആ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ ഭാഗത്തേക്ക് നമ്മൾ പോകും. ഇപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ ആ ചോദ്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് കുംഭസാരത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്? വിശുദ്ധ പത്രോസിൻ്റെ ദൈവാലയത്തിൽ വെച്ച് പ്രായശ്ചിത്തപരമായ ആരാധനക്രമത്തിന് മധ്യേ പരസ്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ ആദ്യത്തെ മാർപ്പാപ്പയാണ്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറയും, ഈ പള്ളിപ്രസംഗത്തിലൊക്കെ അത് എഴുതിയിട്ടുണ്ട്. എന്താ പറയണേ ഫ്രാൻസിസ് മാർപ്പാപ്പ? പ്രധാനമായിട്ടും പറയണ ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പറയും, ഞാൻ പാപിയാണ് എന്ന് പറയും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ പാപിയാണെന്ന് പറയും. മനസ്സിലാവുണ്ടോ? ഫ്രാൻസിസ് മാർപ്പാപ്പ
അങ്ങനെ പൊതുസമൂഹത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ പാപിയാണ്. മനസ്സിലായോ? അപ്പോൾ ഏറ്റുപറഞ്ഞ ആദ്യത്തെ മാർപ്പാപ്പയാണ് മാനസാന്തരപ്പെട്ട് സ്വന്തമായി പാപമോചനം തേടുകയും. കാരണം വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് കേട്ടോ അത്. വളരെ പ്രധാനപ്പെട്ടതാണ്, അപകടം നിറഞ്ഞതുമാണ്. അപകടം നിറഞ്ഞതുമാണ്. എന്താണ്? മാനസാന്തരത്തിന് ശേഷം സ്വന്തമായി പാപമോചനം തേടുകയും. അതെങ്ങനെയാണ് സ്വന്തമായി പാപമോചനം തേടാൻ പറ്റണേ? അതിനുള്ള കഴിവ് മനുഷ്യവംശത്തിനുണ്ടോ? അതിനുള്ള സംവിധാനം വല്ലതും സെപ്പറേറ്റഡ് ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടോ? കത്തോലിക്ക സഭയിലൂടെ അല്ലാതെ, കൗദാശികമായിട്ടല്ലാതെ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? സ്വന്തമായി പാപമോചനം തേടുകയും. അപ്പോൾ കൗദാശികൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ? ദൈവവുമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്താൽ പോരെ അല്ലേ? ഒറ്റയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യസ്ഥത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒറ്റയ്ക്ക് കാര്യങ്ങൾ എന്ന് പറഞ്ഞ വാക്ക് വായിച്ചപ്പോഴേ ഞാൻ കുറച്ച് ഒരു കാര്യം ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരികയായിരുന്നു. ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലക്കേസ്. അപ്പോൾ ഞാനതിൻ്റെ ഒരുപാട് വിശദീകരണമൊന്നും പറയണില്ല. അതിൻ്റെ ഒരു പോയിന്റ് പറയാണ്. ഈ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചാൽ പോരേന്നേ ദൈവവുമായിട്ടേ. അപ്പോൾ ആ വാക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യം ഇതാണ്. അപ്പോൾ ഈ കൊലക്കേസ് കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അല്ലേ, കോടതിയിൽ അതിൻ്റെ വിസ്താരം, അതിൻ്റെ വാദം എല്ലാം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഐഡിയ ഉണ്ടായി. എന്താ ഐഡിയ ഉണ്ടായേ? ഈ മരിച്ച അല്ലെങ്കിൽ മരണപ്പെട്ട ആളുടെ വീട്ടിൽ അല്ലേ, ആ മരണപ്പെട്ട ആളുടെ വീട്ടുകാരായിട്ട് സന്ധി സംഭാഷണം ഉണ്ടാവണം. മരണപ്പെട്ട ആളുടെ വീടുമായിട്ട് സന്ധി സംഭാഷണം ഉണ്ടാവുകയും അവർക്ക് എന്താണ് അതിന് നഷ്ടപരിഹാരം, മരണത്തിനൊരിക്കലും നഷ്ടപരിഹാരം അതൊരു പരിഹാരമല്ല, എന്നിരുന്നാലും മനസ്സിലാവുന്നുണ്ടോ, അങ്ങനൊരു സംവിധാനം ഇതിലുണ്ടായി. മനസ്സിലായോ? ഒരു ചർച്ചയുണ്ടായി. ഇപ്പോൾ ശ്രദ്ധിക്കണേ, ഇപ്പോൾ ഈ പ്രതികൾക്ക് ആ വീട്ടിൽ പോകാൻ പറ്റുമോ? ഈ പ്രതികളായിട്ട് അറസ്റ്റ് അല്ലേ, പ്രതികളായെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ വീട്ടിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആര് വേണം? അപ്പോൾ അതിനാണ് പ്രതിഭാഗത്തിൻ്റെ വക്കീലന്മാർ. അതൊരു സാധ്യതയാണ്, വക്കീലന്മാർ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മറ്റു ചില വ്യക്തികളുമാകാം. അതിന് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടിയോ? ഞാൻ ആ പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കൊലക്കേസിൻ്റെ കാര്യം പറഞ്ഞത്. ആ കൊലക്കേസ് പറയാനായിട്ടല്ല. അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായോ? ദൈവവുമായിട്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിൽ പോലും നമുക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു തീർക്കാൻ പറ്റണ സംവിധാനങ്ങൾ എല്ലായിടത്തും നമ്മൾക്ക് പറ്റണില്ല. ഉണ്ടോ ഇല്ലയോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞാണോ തീർക്കണേ? അവിടെയും വരുന്നുണ്ട് മധ്യസ്ഥം. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് എവിടെയൊക്കെ എല്ലാമാണ് മധ്യസ്ഥം വരണേ? മനസ്സിലാവുന്നുണ്ടോ? ഭൗതിക ജീവിതത്തിൽ, സഭയുമായി ബന്ധപ്പെട്ട ജീവിതത്തിലെ കാര്യമല്ല ഞാൻ എടുക്കേണ്ടത്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾക്കിപ്പോൾ ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ നമ്മൾ മാത്രം സംസാരിച്ചാൽ നടക്കില്ല എന്ന് നമ്മൾ തന്നെ പറയാനിടയാവും ചില കാര്യങ്ങൾ. അതിനപ്പോൾ എന്ത് വേണം? ഒരു ഇടനിലക്കാരൻ വേണം, ഒരു മധ്യസ്ഥൻ നയിക്കണം ഒരാൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പിന്നെ സ്വർഗത്തിൻ്റെ കാര്യത്തിൽ ഇത് എത്രയോ ശ്രേഷ്ഠമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, മധ്യസ്ഥത്തിൻ്റെ കാര്യം. അപ്പോൾ ദൈവവുമായിട്ട് ഒറ്റക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയോ? മനസ്സിലായോ? നമുക്ക് ഇപ്പോഴും ബോധം അങ്ങാട് ആയിട്ടില്ല എന്ന് തോന്നണേ. മനസ്സിലായോ? നമ്മളല്ലട്ടാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് മാത്രം ഇത്രയും കാര്യങ്ങൾ അവിടെ ഞാൻ ഓടിച്ച് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ദൈവവുമായിട്ട് ഒറ്റക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്താൽ പോരെ എന്ന് പറയുമ്പോഴേക്കേ എന്തൊരു പോരായ്മയാണ്. അപ്പോൾ പോരെ എന്നുള്ള ചോദ്യത്തിന് ഞാൻ അവിടെ പോരാ എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. ഞാനിവിടെ എഴുതി വച്ചിരിക്കുകയാണ്. എന്താണ് ഞാൻ എഴുതിയത്? പോരാ. എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1420 മുതൽ 1494 വരെ ഈ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെടുക്കുന്നത് 3 ഖണ്ഡികകളാണ്. എന്താണ്? 1420 മുതൽ 1494 വരെ കുമ്പസാരം എന്ന രഹസ്യത്തെക്കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്നു.
പക്ഷേ നമ്മളിപ്പോൾ എടുക്കുന്നത് 1422, 23, 24. അത് എടുത്തോ നിങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കണേ കേട്ടോ. ഞാനിത് ഈ ശ്രദ്ധിക്കണേ എന്ന് പറയണത് ശ്രദ്ധിക്കണം എന്നതുകൊണ്ടിട്ടാണ്, മനസ്സിലായോ? അതിൻ്റെ ആവശ്യകത വളരെ ഉണ്ട്. അപ്പം ഞാനത് വായിക്കാം. എടുത്തോ, നിങ്ങളെല്ലാവരും എടുത്തോ. CCC ഈ 1422 കിട്ടാത്ത ആൾക്കാർ പറയണേ കേട്ടോ. എടുത്തോ നിങ്ങൾ. അപ്പം ഞാനത് വായിക്കാൻ പോണേണ് കേട്ടോ. അനുതാപത്തിന്, അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് കണ്ടോ, അതിൻ്റെ തുടങ്ങിയേക്കണം സുഖപ്പെടുത്തലിൻ്റെ കൂദാശകൾ. അപ്പോൾ ഒന്ന് കുമ്പസാരം, പിന്നെ മറ്റേതെന്തായിരിക്കാം? സുഖപ്പെടുത്തലിൻ്റെ കൂദാശകളിൽ പെടുന്നത് എന്തൊക്കെയാണ്? രണ്ടാമത്തത് രോഗീലേപനം അല്ലേ? അപ്പോൾ ഇവിടെ സുഖപ്പെടുത്തലിൻ്റെ കൂദാശകൾ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ എന്നിട്ട് 1422-ാമത്തെയും 23-ാമത്തെയും 24-ാമത്തെയും ഖണ്ഡികകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഞാനത് വായിക്കാൻ പോകണമാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഈ ശ്രദ്ധിക്കണോ എന്ന് പല പ്രാവശ്യം പറയണത് അത്ര പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. നമ്മൾക്കൊരു പക്ഷേ നമ്മൾ ഇത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടാണ് അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും കൂദാശ. അനുതാപ കൂദാശയ്ക്ക് അണയുന്നവർ ദൈവത്തിനെതിരായി ചെയ്ത പാപങ്ങൾക്ക് അവിടുത്തെ കരുണയിൽ നിന്ന് പൊറുതി പ്രാപിക്കുകയും, ശ്രദ്ധിച്ചോ, അവിടുത്തെ അനുതാപ കൂദാശയ്ക്ക് അണയുന്നവർ ദൈവത്തിനെതിരായി ചെയ്ത പാപങ്ങൾ കണ്ടോ, ദൈവത്തിനെതിരായി ചെയ്ത പാപങ്ങൾക്ക് അവിടുത്തെ കരുണയിൽ നിന്ന് പൊറുതി പ്രാപിക്കുന്നു. അപ്പോൾ അവിടുത്തെ കരുണയിൽ നിന്ന് എങ്ങനെയാണ് ഈ കരുണ ഉണ്ടായത്? എങ്ങനെ ഈ കരുണ ഉണ്ടായി? എങ്ങനെ നമുക്ക് ആ കരുണയിൽ നിന്ന് പൊറുതി കിട്ടി? അതാണ് പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം. കണ്ടോ, ഈ പെസഹ രഹസ്യത്തിലൂടെയാണ് എന്തുണ്ടായത്? ഈ കരുണയുടെ ആ പരമോന്നതമായ ആ ഉയർന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടുത്തെ കരുണയിൽ നിന്ന് പൊറുതി പ്രാപിക്കുകയും പെസഹ രഹസ്യത്തിലൂടെയാണത്. കണ്ടോ, യേശുവിൻ്റെ കടന്നു പോകലിലൂടെയാണ് എന്ത് സംഭവിച്ചത്? ഈ കരുണ മനുഷ്യവംശത്തിലേക്ക് ഒഴുകാൻ തുടങ്ങിയത്. പക്ഷെ അതിനു മുൻപ് അതിനു മുൻപ് അതിൻ്റെ ഒരു മുന്നവതരണം അവൻ കൊടുക്കുന്നുണ്ട് പല വ്യക്തികളിലും അവൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ. അവിടുത്തെ ശ്രദ്ധിക്കണം കേട്ടോ. അനുതാപ കൂദാശയ്ക്ക് അണയുന്നവർ ദൈവത്തിനെതിരായി ചെയ്ത പാപങ്ങൾക്ക് ആദ്യമേ പറയണത് എന്താണ്? അവിടുത്തെ കരുണയിൽ നിന്ന് പൊറുതി പ്രാപിക്കുന്നു. കണ്ടോ, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ആ ഖണ്ഡികയിൽ തന്നെ 2-3 കാര്യങ്ങൾ പറയണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്? പാപം വഴി തങ്ങൾ മുറിവേൽപ്പിച്ച സഭയുമായി. കണ്ടോ, പാപം വഴി തങ്ങൾ മുറിവേൽപ്പിച്ച സഭ. എന്തെന്നാണ് സഭ? സഭ എന്തെന്നാണ്? സഭ എന്നാൽ എന്താണ്? യേശുവിൻ്റെ ശരീരമാണ് സഭ എന്ന് പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തെന്നാണ്? യേശുവിൻ്റെ ശരീരമാണ് സഭ. അപ്പം നോക്കിയേ, പാപം വഴി തങ്ങൾ മുറിവേൽപ്പിച്ച, ഞാനപ്പോൾ അതിനൊരു വേറൊരു വാക്ക് കൊടുക്കട്ടെ, സഭയുമായി രമ്യപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറയണം. അപ്പം ഞാനിങ്ങനെ വായിക്കാൻ പോവാണ്. പാപം വഴി തങ്ങൾ മുറിവേൽപ്പിച്ച അവൻ്റെ ശരീരവുമായി. ഞാൻ സ്വന്തമായിട്ടൊന്ന് ഇത് ചെയ്തൊരു വാക്കാണ്. അവൻ്റെ ശരീരം, സഭ എന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന അവൻ്റെ ശരീരവുമായി രമ്യപ്പെടുകയും ചെയ്യുന്നു. അവൻ്റെ ശരീരവുമായി. കണ്ടോ, അപ്പോൾ 2 കാര്യങ്ങളാണ്. എന്താണ് അനുതാപക്കൂത? അതായത് കുമ്പസാര കൂട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എന്താണ് 2 കാര്യങ്ങൾ ഇവിടെ പറയണത്? എന്താണ് 2 കാര്യങ്ങൾ? ഒന്ന്, ദൈവത്തിനെതിരായി ചെയ്ത പാപങ്ങൾക്ക് അവിടുത്തെ കരുണയിൽ നിന്ന് പാപപ്പൊറുതി നമ്മൾ നേടുന്നു, സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ലഭിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? പാപം വഴി തങ്ങൾ മുറിവേൽപ്പിച്ച സഭയുമായി, അല്ലെങ്കിൽ അവൻ്റെ യേശുവിൻ്റെ ശരീരവുമായി രമ്യപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലായോ? രമ്യപ്പെടുകയും ചെയ്യുന്നു, രമ്യതയിലാവുന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 2 കാര്യങ്ങളാണ് അനുതാപ കൂദാശയ്ക്ക് അണയുന്നവരിലേക്ക് ഒഴുകുന്നത്, അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്നത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? നമുക്കിതൊക്കെ അറിയാമായിരിക്കാം, നമ്മൾക്ക് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടാകാം. പക്ഷേ എത്രത്തോളം നമ്മളിതിനെ വീക്ഷിച്ചിട്ടുണ്ട്, എത്രത്തോളം നമ്മളിതിനെ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്? പറയണ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലാവുണ്ടോ? നമുക്കിതെല്ലാം അറിയാം, അറിയായികയൊന്നുമില്ല, നമുക്കിതെല്ലാം അറിയാം അല്ലേ? നമ്മളൊരുപാട് ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ടോക്കൊക്കെ കേട്ടിട്ടുണ്ട്, ഒരുപാട് ധ്യാനങ്ങളും ഇതൊക്കെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഉള്ള അവസ്ഥകളാണ് നമ്മളുടെ എല്ലാം.
പക്ഷെ നമ്മൾ എത്രമാത്രം നമുക്കത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്, അത് ആ കാര്യം നമ്മുടെ ഉള്ളിൽ എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം കേട്ടത് കൊണ്ടായില്ല, അതിൽ നമുക്ക് എത്രത്തോളം പറ്റുന്നു എന്നതിൽ നിന്നാണ് കാര്യത്തിൻ്റെ കിടപ്പ്. അപ്പം ഇത് കണ്ടോ, അവിടുത്തെ കരുണയിൽ നിന്ന് പൊറുതി പ്രാപിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? പാപം വഴി തങ്ങൾ മുറിവേൽപ്പിച്ച സഭ, അതായത് അവൻ്റെ ശരീരവുമായി രമ്യപ്പെടുകയും ചെയ്യുന്നു. എനിക്കത് വായിച്ചിട്ടും മതിയാവണില്ല. കാരണം സഭയുമായി എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് വന്നു, സഭ എന്ന് പറയുമ്പോൾ അവൻ്റെ ശരീരമല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അവൻ്റെ ശരീരവുമായിട്ടില്ലേ, അപ്പോൾ അവൻ്റെ ശരീരത്തിൽ മറ്റുള്ള അല്ലേ വിശ്വാസികൾ അല്ലേ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന് ഈശോ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് മനസ്സിലായി. എന്നിട്ട് പറയാണ്, പിന്നെ മൂന്നാമത്തെ കാര്യം നോക്കിയത് അല്ല, പിന്നെ വീണ്ടും പറയാണ് എന്താണ് അല്ലേ, ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ അപ്പം പറയണാണ് സഭയാകട്ടെ, ശ്രദ്ധിക്കണോട്ടോ, സഭയാകട്ടെ സ്നേഹവും മാതൃകയും പ്രാർത്ഥനയും വഴി. കണ്ടോ, സഭയാകട്ടെ സ്നേഹവും മാതൃകയും പ്രാർത്ഥനയും വഴി. ആരുടെ സ്നേഹം, ആരുടെ മാതൃക, ആരുടെ പ്രാർത്ഥന? ഈ മൂന്ന് കാര്യങ്ങൾ പിന്നെ പറയണം. എന്താണ്? സഭയാകട്ടെ സ്നേഹവും മാതൃകയും പ്രാർത്ഥനയും വഴി. ആരുടെ സ്നേഹം, ആരുടെ മാതൃക, ആരുടെ പ്രാർത്ഥന? യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ, ത്രിത്വത്തിൻ്റെ സ്നേഹത്തിലൂടെ അല്ലേ. പിന്നെ ആരുടെ മാതൃകയിലൂടെ? യേശുവിൻ്റെ മാതൃകയിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഈശോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം എന്താണ് 13-ാം അധ്യായം എന്താണ് അവിടുത്തെ സംഭവം, പശ്ചാത്തലം പെട്ടെന്ന് പറയാമോ ആർക്കെങ്കിലും? പെട്ടെന്ന് പറയാമോ എന്തെന്നാണെന്ന്? യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു എന്നല്ലേ, അങ്ങനെയല്ലേ? ആണോ? അപ്പം അവിടെ ആ 13-ാം അധ്യായത്തിൽ 15-ാമതൊരു വചനമുണ്ട്. 15-ാമത്തെ ഒരു വചനം അവിടെ ഉണ്ട്. എന്താണ്? എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു. എന്തെന്നാൽ ഞാൻ, അങ്ങനെ 3 പ്രാവശ്യം ഞാനെന്ന് പറയണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. ഇല്ലേ, 2 പ്രാവശ്യം ഞാനെന്ന് പറയുന്നു. മനസ്സിലായോ? ഉണ്ടോ? മാതൃക. ആരുടെ മാതൃകയാണ്? അപ്പോൾ സഭയാകട്ടെ സ്നേഹവും മാതൃകയും പ്രാർത്ഥനയും. ആരുടെ പ്രാർത്ഥനയാണ്? ആദ്യം ആരാണ് പ്രാർത്ഥിക്കണതെന്നാണ് നമ്മളെ സഭ പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മളാണോ ആദ്യം പ്രാർത്ഥിക്കുന്നത്? യേശുവാണ് ആദ്യം പ്രാർത്ഥിക്കണതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് പഠിച്ചു? സഭയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, സഭയുടെ പ്രബോധനത്തിൽ നിന്ന്. അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ പിന്നീട് അത് കേൾക്കാത്തവർ പിന്നീട് കേൾക്കും കേട്ടോ. അപ്പോൾ സഭയാകട്ടെ സ്നേഹവും, അപ്പോൾ യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ മാതൃകയും യേശുവിൻ്റെ പ്രാർത്ഥനയും വഴി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി. ആരുടെ മാനസാന്തരത്തിന് വേണ്ടി? അല്ലേ, ഈ സൗഖ്യത്തിന് വേണ്ടി വന്നിരിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി. സൗഖ്യത്തിനായിട്ട് എവിടെയാണ് വന്നത്? ഏതാണ് ആ ഡോക്ടർ? കുമ്പസാരക്കൂടാണ്. മനസ്സിലായോ? അവിടെയാണ് മരുന്ന്, അവിടെ സൗഖ്യമുണ്ട് എന്ന് മാർപ്പാപ്പ പറയാം. അപ്പോൾ ആ ഒരു ഗണ്ണിക നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ 4 എന്ന് അധ്വാനിക്കുന്ന 4 കണ്ടോ? LG എന്ന് അതിൻ്റെ ഫുട് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അത് ലൂമൻ ജെൻഷ്യം. മനസ്സിലായോ? ജനതകളുടെ പ്രകാശം എന്ന സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിലെ ഒരു ഡോക്യുമെൻ്റാണത്, ഒരു പ്രബോധനമാണത്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ അതിലോട്ടൊന്നും എടുക്കണില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടോ, 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനം വന്നേക്കണുണ്ടോ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ? അതാണ് പറഞ്ഞ 2ാം വത്തിക്കാൻ കൗൺസിലും നമുക്ക് കയ്യിൽ വേണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ കോട്ട് ചെയ്ത് വരും. LG എന്ന് എഴുതിയേക്കണത് 2ാം വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രബോധനമാണ്. എന്ത്? ജനതകളുടെ പ്രകാശം എന്ന് പറഞ്ഞ ലൂമൻ ജെൻഷ്യം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം നമ്മളതൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് തന്നെ ധാരാളമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന പ്രബോധനങ്ങൾ തന്നെ ധാരാളമാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് മാത്രമല്ല, ഈ സമയത്തിൻ്റെ ഇത് കാരണമാണ് ഞാനതെടുക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ രീതിയിൽ അതെടുത്ത് പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യാത്തത് സമയത്തിൻ്റെ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ ആ ഈ ഒരു ഖണ്ഡിക നിങ്ങൾക്ക് മനസ്സിലായോ?
ഇത് ശ്രദ്ധിക്കണം കേട്ടോ. എന്ത് ശ്രദ്ധിക്കണമെന്ന്? നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ നാമം കരുണയാണെന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ അഭിമുഖത്തിൽ നിന്ന് ഈ എഴുതപ്പെടാത്ത ചാക്രികയിലെ 2ാം ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കണം. എന്താണ്? കുമ്പസാരത്തിൻ്റെ സമ്മാനം. എന്തുകൊണ്ട് കുമ്പസാരത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്? അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്തൊക്കെയാണ്? കുമ്പസാരത്തിൻ്റെ സമ്മാനം എന്താണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്? എന്തിനാണ് ഈ കുമ്പസാരത്തിൻ്റെ ആവശ്യം? എന്തിനാണ് ഇത്ര പ്രാധാന്യം നൽകുന്നത്? മനസ്സിലായോ? അപ്പോൾ അതൊക്കെയാണ് ചോദ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഈ 1422 ഖണ്ഡികയിലേക്കും 1422, 23, 24 ഈ 3 ഖണ്ഡികയിലേക്ക് കടന്നിരിക്കണം. മനസ്സിലാകുമ്പോൾ അപ്പോൾ അത് കണക്ട് ചെയ്ത് വേണം നിങ്ങളിതിൽ നോക്കാനായിട്ട് കേട്ടോ. ഇനി ഈ കൂദാശ എങ്ങനെ വിളിക്കപ്പെടുന്നു? CCC തന്നെയാണ് ഞാൻ വായിക്കണത്, 1423 ഖണ്ഡിക. എന്തെന്നാണ് പറഞ്ഞത്? ഈ കൂദാശ എങ്ങനെ വിളിക്കപ്പെടുന്നു? ഇത് മാനസാന്തരത്തിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. കണ്ടോ? ഇത് മാനസാന്തരത്തിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം എന്താണ് കാരണം? ഇങ്ങനെ വിളിക്കപ്പെടുന്നു. എന്തെന്ന് വിളിക്കപ്പെടുന്നു? മാനസാന്തരത്തിൻ്റെ കൂദാശയെന്ന്. എന്താണ് കാരണം അതിന് കാരണം മാനസാന്തരത്തിനുള്ള യേശുവിൻ്റെ വിളിയെ ശ്രദ്ധിക്കണോട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ വാക്കുകളിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇങ്ങാട് നോക്കണ്ട, നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കൂ. മാനസാന്തരത്തിനുള്ള യേശുവിൻ്റെ വിളിയെ കൗദാശികമായി യാഥാർത്ഥ്യമാക്കുന്നു. ശ്രദ്ധിച്ചോ നിങ്ങൾ? എങ്ങനെ യാഥാർത്ഥ്യമാക്കുന്നു എന്ന്? കൗദാശികമായി. കണ്ടോ? കൗദാശികമായി യാഥാർത്ഥ്യം, അതായത് കൂദാശാപരമായിട്ട്. കണ്ടോ? മാനസാന്തരത്തിനുള്ള യേശുവിൻ്റെ വിളിയെ കൗദാശികമായി യാഥാർത്ഥ്യമാക്കുന്നു. ഈ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയണത്. മനസ്സിലാവുണ്ടോ? അപ്പം ഇത് മാനസാന്തരത്തിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം എന്താണ്? കാരണം മാനസാന്തരത്തിനുള്ള യേശുവിൻ്റെ വിളിയെ, കണ്ടോ? മാനസാന്തരത്തിനുള്ള യേശുവിൻ്റെ വിളിയെ ഇത് കൗദാശികമായി യാഥാർത്ഥ്യമാക്കുന്നു. മനസ്സിലായി? യാഥാർത്ഥ്യമാക്കുന്നു കൗദാശികമായിട്ട്. അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ആ വാക്കുകൾ നമുക്കിനി പറഞ്ഞ് അല്ലേ, എങ്ങനെ അതിനെ നമുക്ക് വിവരിക്കാൻ പറ്റും? കൗദാശികമായിട്ട് യാഥാർത്ഥ്യമാക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയാണ്, ഒരുവൻ പാപം വഴി ആരിൽ നിന്ന് അകന്നു പോയോ ആ പിതാവിലേക്ക് പിന്തിരിയുന്നതിനുള്ള പദ്ധതിയാണിത്. എന്ത് പദ്ധതിയാണിത്? എന്ത് പദ്ധതി? ഈ കുമ്പസാരം എന്ന കൂദാശ എന്ന പദ്ധതി. മനസ്സിലായോ? യേശുവിൻ്റെ മാനസാന്തരത്തിനുള്ള യേശുവിൻ്റെ വിളിയെ കൗദാശികമായി യാഥാർത്ഥ്യമാക്കുന്നു. അതെന്നെ സംബന്ധിച്ചൊരു പുതിയ അറിവാണ്. ഞാൻ പലപ്പോഴും നമ്മളിതൊക്കെ വായിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പം ഇങ്ങനെ പറയാൻ വേണ്ടി ഞാനിത് വീണ്ടും നോക്കിയപ്പോഴാണ് ഒരു പുതിയ ഇതാണ് എനിക്ക്, അല്ലേ, ഒരു പുതുമ. ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ എന്ന് വീണ്ടും അത് ഇങ്ങനെ അല്ലേ, ഇതൊക്കെ ഞാനത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് അടയാളപ്പെടുത്തി ഇത് കണ്ടില്ലേ നിങ്ങൾ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇതിങ്ങനെ ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ എന്ന ചിന്തകളിലേക്കാണ് പോണേ. മനസ്സിലായോ? മാനസാന്തരത്തിനുള്ള യേശുവിൻ്റെ വിളിയെ കൗദാശികമായി യാഥാർത്ഥ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെങ്ങനെയാണ് വിവരിക്കാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. അത് ശരിക്കും ഒരു ദൈവശാസ്ത്രജ്ഞൻ്റെ പക്കൽ നിന്ന് ശരിക്കും വിവരിച്ച് കേൾക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അല്ലേ, ഇതൊക്കെ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന ഒരാളിൽ നിന്ന് എങ്ങനെയാണ് അതിനെ വിവരിക്കുക എന്നുള്ളതൊരു ഒരാകാംക്ഷയുണ്ട് എനിക്ക്. യേശുവിൻ്റെ മാനസാന്തരത്തിനുള്ള യേശുവിൻ്റെ വിളിയെ കൗദാശികമായി യാഥാർത്ഥ്യമാക്കുന്നു. ഒരുവൻ പാപം വഴി ആരിൽ നിന്ന് അകന്നു പോയോ ആ പിതാവിലേക്ക് പിന്തിരിയുന്നതിനുള്ള പദ്ധതിയാണിത്. എന്ത്? കുമ്പസാരം എന്ന കൂദാശ. മനസ്സിലായി? ഇനി അതിൻ്റെ അടിയത്ത ഭാഗത്തിലേക്ക് പോകണം. ആ ഖണ്ഡികയുടെ തന്നെ 2ാമത്തെ ഭാഗത്തിലേക്ക് പോകണമാണ്. ഇത് അനുതാപ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പം നിങ്ങൾ എണ്ണനോട്ടോ എത്ര പേരുകളിലൂടെ ഈ കൂദാശ എങ്ങനെ വിളിക്കപ്പെടുന്നു എന്നാണ് ഹെഡ്ലൈൻ. ഇപ്പം എത്രാമത്തെ പേരാണ് ഇതിന് വീണേക്കണേ?
എങ്ങനെയൊക്കെയാണ് വിളിക്കപ്പെടുന്നത്? ഒന്ന് പറഞ്ഞു, ഇത് മാനസാന്തരത്തിനുള്ള കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ഒന്ന്. ഇനി രണ്ടാമത്തെ എങ്ങനെ വിളിക്കപ്പെടുന്നു? അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം. ഇത് ഞാൻ ഒരു പ്രാവശ്യം പറയുള്ളൂ. അപ്പോൾ അത് നോക്കണം, എന്തെല്ലാം പേരുകളിലൂടെ അറിയപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു പോരാണ്. അപ്പോൾ രണ്ടാമത്തത്, ഇത് അനുതാപ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം, അപ്പം അതിനെന്താ കാരണം? പാപിയായി തീർന്ന ക്രൈസ്തവന്റെ മാനസാന്തരത്തിൻ്റെയും, ശ്രദ്ധിക്കണേ, കാരണം പാപിയായി തീർന്ന ക്രൈസ്തവന്റെ മാനസാന്തരത്തിൻ്റെയും ഒന്നാമത്തെ കാര്യം. അവിടെയും 3 കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. എന്തൊക്കെയാണ് കാരണം? എന്താണ്? പാപിയായി തീർന്ന ക്രൈസ്തവന്റെ മാനസാന്തരത്തിൻ്റെയും 1. രണ്ടാമത്തെ കാര്യം പശ്ചാത്താപത്തിൻ്റെയും. 3 പരിഹാരം ചെയ്യലിൻ്റെയും. കണ്ടോ, 3 പോയിന്റുകൾ വീണ്ടും അതിൻ്റെ ഇടയിൽ പറയാം. എന്തൊക്കെയാണ്? ഒന്ന് അല്ലേ, ഇത് അനുതാപ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു, രണ്ടാമത്തെ പേര്. അപ്പോൾ അതിലെന്തൊക്കെയാണ് പറയണത്? കാരണം പാപിയായി തീർന്ന ക്രൈസ്തവന്റെ വിരലുകൊണ്ട് എണ്ണിക്കോ, മാനസാന്തരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പരിഹാരം ചെയ്യലിൻ്റെയും. കണ്ടോ, 3 കാര്യങ്ങൾ. മാനസാന്തരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പരിഹാരം ചെയ്യലിൻ്റെയും വൈയക്തികവും എന്ന് വെച്ചാൽ വ്യക്തിപരവും സഭാത്മകവുമായ മാർഗത്തെ പവിത്രീകരിക്കുന്നു, അതായത് ശുദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുന്നു ഈ കൗദാശിക, ഈ കൂദാശ. കണ്ടോ, വ്യക്തിപരവും സഭാത്മകവുമായ മാർഗത്തെ. എന്താണ് ഈ സഭാത്മകമായ മാർഗം? ഈ കൂദാശയാണ്. മനസ്സിലായോ? ആ കൂദാശയാണ് സഭാത്മകമായ മാർഗം. മനസ്സിലായോ? അതിനെ അല്ലേ, മാർഗത്തെ പവിത്രീകരിക്കുന്നു. അപ്പോൾ ഇത് അനുതാപ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമത്തത് 1424 ഖണ്ഡികയിലേക്ക് വരണം. മൂന്നാമത്തെ പേരാണ് ഈ കൂദാശ എങ്ങനെ വിളിക്കപ്പെടുന്നു എന്നുള്ളത്. മൂന്നാമത്തെ പേരെന്താണ്? ഇത് ഏറ്റുപറച്ചിലിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. ഇത് ഏറ്റുപറച്ചിലിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം ഇതല്ല, ഒരു വൈദികനോട് പാപങ്ങൾ ഏറ്റുപറയുക എന്നത് ഈ കൂദാശയുടെ സത്താപരമായ ഒരു ഘടകമാണ്. കണ്ടോ, ഒരു വൈദികനോട് പാപങ്ങൾ ഏറ്റുപറയുക എന്നത് ഈ കൂദാശയുടെ സത്താപരമായ ഒരു ഘടകമാണ്. കണ്ടോ, ദൈവവുമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്താൽ പോരാ. എന്തുകൊണ്ട്? മനസ്സിലായോ? അത് പോരാ, അത് തന്നെ. എന്തുകൊണ്ടെന്നതിനർത്ഥം അത് പോരാ, അത്രേ ഉള്ളൂ. മനസ്സിലായോ? സത്താപരമായ അല്ലെ, ഒരു വൈദികനോട് പാപങ്ങൾ ഏറ്റുപറയുക എന്നത് ഈ കൂദാശയുടെ സത്താപരമായ ഒരു ഘടകമാണ്. ആഴമുള്ള ഒരർത്ഥത്തിൽ ഇത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെയും പാപിയായ മനുഷ്യനോടുള്ള, ശ്രദ്ധിക്കണേ, ആഴമുള്ള ഒരർത്ഥത്തിൽ ഇത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെയും, ശ്രദ്ധിക്കണം, കരുണ എന്നാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലേ? ഇപ്പം അടുത്ത് വായിക്കാൻ പോണ വാക്കുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആ കണ്ണൊക്കെ ഒന്ന് ഉരുട്ടി ഒന്ന് നോക്കി ആ വാക്കിന് എന്തെന്നാണ്? ആഴമുള്ളൊരർത്ഥത്തിൽ ഇത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെയും, പിന്നത്തെ വാക്ക് ശ്രദ്ധിച്ചോ, പാപിയായ മനുഷ്യനോടുള്ള അവിടുത്തെ കാരുണ്യത്തിൻ്റെയും, പാപിയായ മനുഷ്യനോടുള്ള അവിടുത്തെ കാരുണ്യത്തിൻ്റെയും, പാപിയായ മനുഷ്യനോടുള്ള അവിടുത്തെ കാരുണ്യത്തിൻ്റെയും. അതെന്താണത്? അതാണ് കരുണ. എന്താണ് ദൈവത്തിൻ്റെ കരുണ എന്നാൽ? പാപിയായ മനുഷ്യനോടുള്ള അവിടുത്തെ കാരുണ്യം. കണ്ടോ, അതാണ് ദൈവസ്നേഹം അല്ലേ? ദൈവത്തിൻ്റെ പാപിക്ക് ദൈവത്തോടുള്ള അല്ലേ, ദൈവത്തിന് പാപിയോടുള്ള, ഞാൻ പറഞ്ഞത് തിരിഞ്ഞുപോയി, ദൈവത്തിന് പാപിയോടുള്ള സ്നേഹത്തെയാണ് കരുണ എന്നാലെന്ന് നമ്മൾ CCCയിൽ നിന്ന് മറ്റൊരു ഭാഗത്തിരുന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ അത് തന്നെയല്ലേ വീണ്ടും ഇവിടെ എഴുതിയിരിക്കണേ. നോക്കിയേ, പാപിയായ മനുഷ്യനോടുള്ള അവിടുത്തെ കാരുണ്യത്തിൻ്റെ ഒരു പ്രഖ്യാപനം, അംഗീകാരവും സ്തുതിയും കൂടിയാണ്. അപ്പോൾ മൂന്നാമത് എന്താണ് പറഞ്ഞത്? ഇത് ഏറ്റുപറച്ചിലിൻ്റെ. അപ്പം നിങ്ങളവിടെ നമ്പറൊക്കെ ഇട്ടോട്ടോ, നമ്പർ ഇട്ടിട്ടല്ലേ 3 ഒന്ന് ഇട്ടിട്ട് ഒരു കോളം അല്ലേ, ഒരു കോളത്തിൽ 3 എഴുതണം. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വെറുതെ ഇതിങ്ങനെ കേട്ടുപോയാൽ മാത്രം പോരാ. മനസ്സിലായോ? അപ്പോൾ മൂന്നാമത്തെ എന്താണ്? ഇത് ഏറ്റുപറച്ചിലിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം എന്താണ്? ഇത് ഒരു വൈദികനോട് പാപങ്ങൾ ഏറ്റുപറയുക എന്നത് ഈ കൂദാശയുടെ സത്താപരമായ ഒരു ഘടകമാണ്. ആഴമുള്ള ഒരർത്ഥത്തിൽ ഇത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെയും
കണ്ടോ, ദൈവത്തിൻ്റെ വിശുദ്ധി ദൈവം എങ്ങനെയാണ്, അല്ലെ ദൈവം വിശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? ഈ കുംഭസാരം എന്ന കൂദാശയിലൂടെ ആണ് മെയിനായിട്ട്. മനസ്സിലാവുണ്ടോ? കണ്ടോ, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെയും. ഇനി രണ്ടാമത്തത് എന്താണ്? പാപിയായ മനുഷ്യനോടുള്ള അവിടുത്തെ കാരുണ്യത്തിൻ്റെയും അംഗീകാരവും സ്തുതിയും കൂടിയാണ് പ്രഖ്യാപനമെന്ന് അതിന്, അല്ലേ, അതിൻ്റെ ഒരു ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിട്ടുണ്ട്. ഇനി 1424 തന്നെ ആ താഴത്തെ ഖണ്ഡിക, ആ 1424 ഖണ്ഡികയുടെ ബാക്കി ഭാഗത്തിലേക്ക് അടിയിലേക്ക് വരാണ്. അപ്പം നാലാമത്തെ പേരെന്താണ്? എന്താ നാലാമത്തെ പേര്? കുംഭസാരം എന്ന കൂദാശയെ എങ്ങനെ വിളിക്കുന്നു, ഈ കൂദാശ എങ്ങനെ വിളിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ നാലാമത്തെ പേരെന്താണ്? ഇത് ക്ഷമിക്കലിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. ഇത് ക്ഷമിക്കലിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. എന്തുകൊണ്ടാ? കാരണം വൈദികൻ നടത്തുന്ന കൗദാശികമായ പാപമോചനാശീർവാദത്തിലൂടെ. കണ്ടോ, കാരണം എന്താണ്? വൈദികൻ നടത്തുന്ന കൗദാശികമായ, കൂദാശപരമായ, അതൊരു കളിയല്ല. മനസ്സിലാവുണ്ടോ? കൂദാശപരമായ അതൊരു എന്താണ്, ഒരു കളിപ്പാട്ടം പോലെയാണ്. മനസ്സിലായോ? കണ്ടോ, വൈദികൻ നടത്തുന്ന അതാർക്കെങ്കിലും വെറുതെ അങ്ങോട്ട് കയറി നിന്ന് നടത്താൻ പറ്റണതാണോ? വഴി കൂടി നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്നാൽ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റണതാണോ? കൗദാശികമായ പാപമോചനാശീർവാദത്തിലൂടെ അനുതാപിക്ക് ദൈവം പൊറുതിയും സമാധാനവും നൽകുന്നു. കണ്ടോ, ഇപ്പോൾ ദൈവം, ഇതാണ് കുംഭസാരത്തിൻ്റെ സമ്മാനം. എന്താണ് കുംഭസാരത്തിൻ്റെ സമ്മാനം? ഇത് കണ്ടോ നിങ്ങൾ, ഇത് ക്ഷമിക്കലിൻ്റെ കൂദാശയാണ് നാലാമത്തെ പേര്. എന്നിട്ട് പറയാണ് എന്ന് വിളിക്കപ്പെടുന്നു. കാരണം വൈദികൻ നടത്തുന്ന കൗദാശികമായ പാപമോചനാശീർവാദത്തിലൂടെ. കണ്ട, കൗദാശികമായ, അതാണ് കൂദാശപരമായ പാപമോചനാശീർവാദവും. ഒരു പുരോഹിതൻ സാധാരണ രീതിയിലൊരു, അല്ലേ, വെറുതെ ഇപ്പോൾ നമ്മൾ വഴിയിൽ വെച്ച്, അല്ലേ, അച്ഛൻ നമ്മളെ കാണുമ്പോൾ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തരുന്ന ആശീർവാദവും ഈ ആശീർവാദവും തമ്മിൽ എന്തുണ്ട്? അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. മനസ്സിലാവുണ്ടോ? ഇതെന്ത് ആശീർവാദമാണ്? ഇതെന്താശീർവാദമാണ്? കൗദാശികമായ ആശീർവാദം. മനസ്സിലാവുണ്ടോ? കൗദാശികമായ ആശീർവാദം. അപ്പം ഇത് ക്ഷമിക്കലിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം വൈദികൻ നടത്തുന്ന കൗദാശികമായ പാപമോചനാശീർവാദത്തിലൂടെ അനുതാപിക്ക് ദൈവം പൊറുതിയും സമാധാനവും നൽകുന്നു. കണ്ടോ? അപ്പം ഇതെല്ലാം സെക്കൻഡ് OP, അതിൻ്റെ ഫുട് നോട്ടിൽ എഴുതുന്നു OP 46 ഫോർമുല ഓഫ് അബ്സൊല്യൂഷൻ. അപ്പോൾ അത് ഒക്കെ എനിക്ക് തോന്നണം അത് ഇതാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ അതിലുള്ള ഡോക്യുമെൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലോട്ടൊന്നും ഇപ്പോൾ പോണില്ല, ഞാനെന്നാലും ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നാലാമത്തെ പേരെന്താണ്? ഇത് ക്ഷമിക്കലിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. ഇനി അഞ്ചാമത്തെ പേരെന്താ? എങ്ങനെയാണ് ഈ കൂദാശ അഞ്ചാമത്തെ പേരായിട്ട് വിളിക്കണം? എങ്ങനെയാ? ഇത് അനുരഞ്ജനത്തിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. ഇത് അനുരഞ്ജനത്തിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. എന്താ കാരണം? കാരണം ഇത് അനുരഞ്ജിപ്പിക്കുന്ന ദൈവത്തിൻ്റെ, ശ്രദ്ധിക്കണോട്ടോ നിങ്ങൾ, ഈ വീഡിയോയിലില്ലാത്തവർ ശ്രദ്ധിക്കണേ. ആ വാക്കുകളിൽ ശ്രദ്ധിക്കൂ. ഇങ്ങാടല്ല ശ്രദ്ധിക്കാൻ പറയുമ്പോൾ ഇങ്ങാട് ശ്രദ്ധിക്കല്ല, ഈ വാക്കുകളിലോട്ട് ശ്രദ്ധിച്ചേ. ഇത് അഞ്ചാമത്തെ പേരെന്താണ്? ഇത് അനുരഞ്ജനത്തിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം ഇത് അനുരഞ്ജിപ്പിക്കുന്ന, അതായത് അല്ലേ, രമ്യതയിൽ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ജീവൻ പാപിക്ക് പ്രദാനം ചെയ്യുന്നു. കുംഭസാരം എന്ന കൂദാശയിൽ നടക്കുന്ന ഒരു കാര്യമാണ് പറയണം. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ഇത് നമുക്കറിയാലോ അല്ലേ? പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുമ്പോൾ ഒന്ന് വായിക്കുമ്പോൾ നോക്കിയേ, ഇതറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ നോക്ക് നിങ്ങൾ, ഒരു പുതുമ, ഒരു പുതിയ ജീവൻ നമുക്ക് ലഭിക്കണമുണ്ടോ ഇല്ലയോ? എന്തെന്നാണ് ഇവിടെ എഴുതിയേക്കണത്? എനിക്ക് കിട്ടിയത് അങ്ങനെയാണ് കേട്ടോ. എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വായിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാവണം ശരിക്കും. ഇപ്പോഴും പൂർത്തീകരണമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ആ ഒരു പുതിയ ഒരു വെളിച്ചം എനിക്കിങ്ങനെ കിട്ടുകയാണ് അതിൽ നിന്ന്. ഇത് അനുരഞ്ജനത്തിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം ഇത് അനുരഞ്ജിപ്പിക്കുന്ന ദൈവത്തിൻ്റെ, കണ്ടോ, അനുരഞ്ജിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ജീവനെ
ജീവനെ ആർക്ക് പ്രദാനം ചെയ്യുന്നു എന്ന്? ആർക്ക് പ്രദാനം ചെയ്യുന്നു? പാപിക്ക് പ്രദാനം ചെയ്യുന്നു. ഈ ജീവൻ അല്ലേ, ഉൽപ്പത്തി 2-ാം അധ്യായം 17-ാമത്തെ വചനം, അവിടെ ഒരു പ്രസക്തമായൊരു സംഭവത്തിൽ ഒരു വചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്താണ്? സർപ്പം ഇവരോട് ചോദിക്കുകയാണ്, വൃക്ഷങ്ങളിലെ ഫലങ്ങളൊന്നും തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഭക്ഷിക്കാം, പക്ഷേ ഈ നടുക്ക് നിൽക്കുന്ന നന്മയിൽ അല്ലേ വൃക്ഷത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർപ്പം പറയണാണ്, അത് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ഭക്ഷിക്കുക? അല്ല, അത് ഭക്ഷിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിശാച് പറയാനാണ്, ഇല്ല, നിങ്ങൾ മരിക്കില്ല, നിങ്ങൾ ജീവിക്കും. എന്തായിരുന്നു സത്യത്തിൽ അവിടെ കർത്താവ് അവരോട് പറഞ്ഞു വെച്ചത്? എന്തായിരുന്നു? അവർ മരിച്ചോ ഇല്ലയോ? നിങ്ങളൊന്ന് പറഞ്ഞാൽ അവർ മരിച്ചോ ഇല്ലയോ? മരിച്ചോ ഇല്ലയോ? അവർ മരിച്ചു. എങ്ങനെ മരിച്ചു? ആത്മാവ് മരിച്ചു. അവരുടെ പാപാവസ്ഥയിലേക്ക് അവർ കടന്നതിലൂടെ. നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ അവർ മരിച്ചു എന്ന് പറഞ്ഞാലേ, അതായത് ദൈവിക ജീവനിൽ അല്ലേ, ദൈവിക വരപ്രസാദത്തിൽ നിന്ന് അവർ വേർപെട്ടോ ഇല്ലയോ? വേർപെട്ടോ ഇല്ലയോ? അതിനെയാണ് എന്ത്? ആധ്യാത്മിക മരണം എന്ന് പറയണത്. മനസ്സിലായോ? ആ ആധ്യാത്മിക മരണം അല്ലേ, ആ നഷ്ടപ്പെട്ട ആ ജീവനെ കർത്താവ് വീണ്ടും ഈ കുമ്പസാരം എന്ന കൂദാശയിലൂടെ എന്ത് ചെയ്യുന്നു? ഈ പാപിക്ക് ഉണ്ടോ പ്രദാനം ചെയ്യുകയാണ് ആ ജീവനെ. മനസ്സിലാവുണ്ടോ? ഇതൊരു പുതിയൊരു ഇതായിട്ടാണ് എനിക്ക് മനസ്സിലാവണേ കേട്ടോ. ഞാനത് ആലോചിക്കണമായിരുന്നു, എവിടെയാണ് ഈ ജീവൻ പാപിക്ക് പ്രദാനം അപ്പോഴാണ് പെട്ടെന്ന് ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഈ സംഭവം എനിക്ക് ഓർമ്മ വരണേ. മനസ്സിലായോ? ഈ മിനിയാന്ന് അങ്ങനെ അത് ശ്രദ്ധിച്ചേ നിങ്ങളൊന്ന്. ദൈവത്തിൻ്റെ ജീവൻ പാപിക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് അതിൻ്റെ അല്ലേ അടിത്തറ കിടക്കണത്? എവിടെയാണെന്ന് നോക്കിയേ. എന്നിട്ട് പറയാണ്, ദൈവത്തോട് രമ്യപ്പെടുക, ദൈവത്തിൻ്റെ കരുണാപൂർണമായ സ്നേഹം കൊണ്ട് ജീവിക്കുന്ന വ്യക്തി. ശ്രദ്ധിച്ചോ? പിന്നീട് വായിച്ച വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്തെന്നാണ്? അനുരഞ്ജിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ജീവൻ പാപിക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വായിച്ചു ദൈവത്തോട് രമ്യപ്പെടുക. പിന്നെ വായിച്ചത് ശ്രദ്ധിച്ചോ? ദൈവത്തിൻ്റെ കരുണാപൂർണമായ സ്നേഹം കൊണ്ട് ജീവിക്കുന്ന വ്യക്തി. കണ്ടോ? ദൈവത്തിൻ്റെ കരുണാപൂർണമായ സ്നേഹം കൊണ്ട് ജീവിക്കുന്ന വ്യക്തി. മനസ്സിലായോ? ഓരോ വാക്കുകളുടെ അതിൻ്റെ എല്ലാം അല്ലേ, അതിൻ്റെ എല്ലാം കഴമ്പും അതിൻ്റെ എല്ലാം എന്താണ്, അതിൻ്റെ ശക്തിയും ഒക്കെ ശ്രദ്ധിക്കണുണ്ടോ നിങ്ങൾ? ദൈവത്തിൻ്റെ കരുണാപൂർണമായ സ്നേഹം കൊണ്ട് ജീവിക്കുന്ന വ്യക്തി കർത്താവിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ സന്നദ്ധനാണ്. കർത്താവിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ സന്നദ്ധനാണ്. ആദ്യം പോയി നിൻ്റെ സഹോദരനോട് രമ്യപ്പെടുക എന്നുള്ളത്. അപ്പം ഇത്രയുമാണ് ഇത്. ഇനി 1494 വരെ അല്ലേ, 1494 വരെയുള്ള ഖണ്ഡികകളിൽ ഈ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചാണ് സഭ, കത്തോലിക്ക സഭയുടെ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കണത്. അപ്പം അത്രയൊന്നും ഇപ്പം എടുക്കണില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പറയേണ്ടതില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? ഈ 3 ഖണ്ഡിക 1420, 22, 23, 24 അത്രയും മനസ്സിലായോ? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ജ്ഞാനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും അത് വായിക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. ഇനി വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ നാമം കരുണയാണെന്നുള്ള ആ ഒരു ഇതിലേക്ക് വരികയാണ് കേട്ടോ. ഇനി നമ്മൾ ഇത്തിരി സ്പീഡിൽ പോകണേ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആ വാക്കുകളിൽ ശ്രദ്ധിച്ചിരിക്കണേ. ഈ ശ്രദ്ധിക്കാൻ പറയുമ്പോൾ മിക്കപ്പോഴും നമ്മൾ പറയണ ആളെ ശ്രദ്ധിക്കും. എന്നെ ശ്രദ്ധിക്കാനല്ല ഞാൻ പറയണത് ആ വാക്കുകളിൽ ശ്രദ്ധിക്കാനാണ് പറയണേ കേട്ടോ. അപ്പം ഞാനൊന്നും കൂടി ആ കുമ്പസാരത്തിൻ്റെ സമ്മാനം എന്ന ആ ആദ്യത്തെ ഭാഗം ഒന്നും കൂടി ഈ ദൈവത്തിൻ്റെ നാമം കരുണയാണെന്നുള്ള ആ ഇതിൽ നിന്ന് വായിക്കാൻ പോണെയാണ്. കുമ്പസാരത്തിൻ്റെ സമ്മാനം. എന്തുകൊണ്ട് കുമ്പസാരത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ചെറിയ രീതിയിലെങ്കിലും മനസ്സിലായോ എന്തുകൊണ്ടാണെന്ന്?
വിശുദ്ധ പത്രോസിന്റെ ദൈവാലയത്തിൽ വെച്ച് പ്രായശ്ചിത്തപരമായ ആരാധനക്രമത്തിനു മധ്യേ പരസ്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ ആദ്യത്തെ മാർപ്പാപ്പയാണങ്ങ്. മാനസാന്തരപ്പെട്ട് സ്വന്തമായി പാപമോചനം തേടുകയും ദൈവവുമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്താൽ പോരാ. Hallelujah, praise you Lord, praise you Jesus, hallelujah, hallelujah. Thank you Lord, praise you Lord, praise you Jesus, hallelujah. Amen. അപ്പോൾ എവിടെയാണ് നമ്മളിത് പറഞ്ഞു നിർത്തിയേ? എവിടെയായിരുന്നത്? നമ്മൾ ഇതിൽ വായിച്ചു വന്നായിരുന്നല്ലേ? കാണാൻ പെട്ടെന്ന് ദേഷ്യവും വന്നു. ഞാൻ എൻ്റെ മോനോട് പെട്ടെന്ന് ദേഷ്യം. അവനാണെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഓൺ ചെയ്യും. ഇത് പിന്നെ ഇത് എഡിറ്റ് ചെയ്യണേ, വിചാരിക്കുകയും ചെയ്താൽ പോരേ. യേശു തന്നെ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ അങ്ങനെ സ്വന്തമായി പാപമോചനം തേടുകയും ദൈവമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്താൽ പോരെ എന്നുള്ളതിനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർപ്പാപ്പ പറയാണ്, യേശു തൻ്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു. കണ്ടോ, യേശു തൻ്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. കണ്ടോ, യേശു തൻ്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. സത്യത്തിലെ എന്തിനാണ് ഈശോ അപ്പസ്തോലന്മാരോട് ഈ കാര്യം പറഞ്ഞേ? യേശുവിൻ്റെ അടുത്ത് വന്ന എല്ലാവരുടെ അടുത്തും ഈ ഒരു വാക്ക് അവൻ പറഞ്ഞിരുന്നു? പറഞ്ഞില്ല. അപ്പം എന്തുകൊണ്ട് അപ്പസ്തോലന്മാരോട് മാത്രം ഈ കാര്യം പറഞ്ഞു? നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിപ്പിക്കുന്നുവോ അവ മോചിപ്പിക്കപ്പെടും, അല്ലേ? നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അത് ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും എന്ന് പറയാൻ കാരണം, അപ്പം അതൊരു കൗദാശികമായ ഒരു കാര്യത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരണത് വിശുദ്ധ ഗ്രന്ഥം. മനസ്സിലായോ? അല്ലാതെ അതിന് കുമ്പസാരം എന്ന കൂദാശയുടെ ആവശ്യമില്ല എന്ന് പറയണവർക്കുള്ള മറുപടിയാണ്. ഇതെന്തിനാണ് ഈ അപ്പസ്തോലന്മാരോട് ഈ കാര്യം പറഞ്ഞതെന്നേ? ഇതെന്തിനാണ് അതാണ് ഇവിടെ പറഞ്ഞത്? എല്ലാവരോടും യേശു പറയാറുന്നില്ല എന്നാ? യേശുവിനടുത്ത് വന്നവരോട് എല്ലാവരോടും എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അത് ഞാൻ പഠന ബൈബിളിൽ നിന്ന് വായിക്കാൻ പോവാണ്. പഠന ബൈബിൾ എടുക്കട്ടോ എല്ലാവരും. പഠന ബൈബിൾ എടുത്ത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. എന്താണത്? 19 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ അവിടെ പറയാണ്, എന്താണ്? നിങ്ങൾക്ക് അല്ലേ, ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അപ്പസ്തോലന്മാർ അല്ലേ ഭയന്ന് കതകടച്ചിരിക്കെ അല്ലേ അവരുടെ മധ്യേ വന്ന് നിന്നിട്ട് ഈശോ പറയണ ഭാഗമാണിത്. എന്നിട്ട് പറയണം, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ച പോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ആ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇനി ഈ പഠന ബൈബിളിൻ്റെ ഫുട് നോട്ടിലേക്ക് പോയിക്കേ, അതിൻ്റെ അടിക്കുറിപ്പിലേക്ക് വന്നേ. 20-23 എന്നും പറഞ്ഞ അടിക്കുറിപ്പിലെ ഏറ്റവും ആ അടിയിലേക്ക് വരുമ്പോൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ എന്ന ഭാഗത്ത് ഒരു
ചെറിയ കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് ഞാൻ വായിക്കാൻ പോകണ്ടോ. ശ്രദ്ധിക്കണേ, എല്ലാവരും എടുത്തോ, ഈ പഠന ബൈബിൾ എടുത്തു, ഈ പേജ് കിട്ടിയോ, ഈ വചനഭാഗം കിട്ടിയോ? അപ്പോൾ ഞാൻ ആ ഭാഗം വായിക്കുകയാണ്. ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ എന്നുള്ളതിൻ്റെ പഠന ബൈബിളിൽ നിന്നുള്ള ഫുട് നോട്ടിൽ വാ കേട്ടോ. അവിടെ വരുമ്പോൾ ഞാനിത് വായിക്കട്ടെ. ആത്മാവാണ്, അതായത് പരിശുദ്ധാത്മാവാണ് സഭയുടെ പാപമോചനാധികാരത്തിൻ്റെ അടിസ്ഥാനവും സ്രോതസ്സും എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. കണ്ടോ, ആത്മാവാണ്, അതായത് പരിശുദ്ധാത്മാവാണ് സഭയുടെ പാപമോചന അധികാരത്തിൻ്റെ അടിസ്ഥാനവും സ്രോതസ്സും എന്നിവിടെ സൂചിപ്പിക്കപ്പെടുന്നു. യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ശുശ്രൂഷ, കണ്ടോ, യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ശുശ്രൂഷ അവിടുത്തെ അപ്പസ്തോലന്മാർ വഴി തുടർന്നു കൊണ്ടിരിക്കും. എന്നിട്ട് പറയാണ് 2 കൊറിന്തോസ് 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അതൊന്നും എടുത്തേ നിങ്ങൾ. ഈ പേജ് കളയല്ലേ. ഈ പേജ് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് നിങ്ങൾ ഈ 2 കൊറിന്തോസ് ഈ പഠന ബൈബിളിൽ നിന്ന് തന്നെ 2 കൊറിന്തോസ് എന്തെടുക്കുക, 2 കൊറിന്തോസ് 5-ാം അധ്യായം എടുത്തേ. 2 കൊറിന്തോസ് 5-ാം അധ്യായം എടുത്തേ. 2 കൊറിന്തോസ് 5-ാം അധ്യായം അല്ലേ, 5-ാം അധ്യായത്തിൽ എടുത്തോ. 5-ാം അധ്യായത്തിൽ 20 മുതൽ അല്ലേ 20 മുതൽ ഞാൻ വായിക്കാൻ പോകണ്ടോ. അപ്പോൾ നിങ്ങൾ ഈ എടുത്തോ, ഈ ഭാഗം എടുത്തോ. 2 കൊറിന്തോസ് മറ്റേത് വിടരുത് കേട്ടോ, മറ്റേത് വിടല്ലേ, അത് വിടാതെ ഇത് എടുക്കുക. ഈ 2 കൊറിന്തോസ് 5-ാം അധ്യായം 20 മുതലുള്ള വചനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹെഡ്ലൈൻ കണ്ടോ നിങ്ങൾ, അനുരഞ്ജന ശുശ്രൂഷ എന്ന് ഹെഡ്ലൈൻ കണ്ടല്ലോ അല്ലേ കേട്ടോ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ ആ 2 കൊറിന്തോസ് 5-ാം അധ്യായം 20-ാമത്തെ വചനത്തിലേക്ക് വരികയാണേ. ശ്രദ്ധിക്കണം കേട്ടോ, ആ വചനങ്ങളെ ശ്രദ്ധിക്കണേ. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്, ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അത് 19 മുതൽ നിന്ന് ഞാൻ വായിക്കട്ടെ. 19 മുതൽ വായിക്കാം കേട്ടോ. 19ഉം 20ഉം ആണ്. 19-20 ആണ്. 19 മുതൽ ഞാൻ വായിക്കട്ടെ. അതായത് 18 മുതൽ വായിക്കാം. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും, രമ്യതയുടെ ശുശ്രൂഷ, ശ്രദ്ധിക്കണേ, എന്നെ ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്പർശിച്ച ഒരു വചനമാണ്. ഈ വചനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്താണ് രമ്യതയുടെ ശുശ്രൂഷ. എന്താണ് ഈ രമ്യതയുടെ ശുശ്രൂഷ എന്ന് പറയണത്? ഇവിടെ എന്തെന്നാണ് ഈ രമ്യതയുടെ ശുശ്രൂഷ എന്ന് പറയണത്? എന്തെന്നാണ് ഈ രമ്യതയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്? അതാണ് കുംഭസാരമെന്ന കൂദാശ. മനസ്സിലാവുണ്ടോ? രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. ഈ ഒരു വാക്ക് വായിക്കാനാണ് ഈ ഒരു വചനം, ഈ രമ്യതയുടെ ശുശ്രൂഷ എന്ന് വായിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വചനഭാഗം എടുക്കാൻ പറഞ്ഞത്. കണ്ടോ, എന്താണ് പറഞ്ഞത്? രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം. ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം, കണ്ടോ, രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്, ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. എങ്ങനെ രമ്യതപ്പെടും? എങ്ങനെയാണ് ഈ രമ്യതപ്പെടണേ? അതാണ്, മനസ്സിലായോ? ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഇത് മനസ്സിലായോ? രമ്യതയുടെ ശുശ്രൂഷ മനസ്സിലാവുണ്ടോ? രമ്യതയുടെ ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു വചനക്കോട്ട് ചെയ്തിരിക്കുകയാണ്, യാക്കോബിൻ്റെ ലേഖനം അല്ലേ, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14ഉം 15ഉം. അപ്പോൾ ഇത് ഈ യോഹന്നാൻ്റെ ആ ഭാഗം വിടല്ലേ, പഠന ബൈബിളിൽ നിന്ന് വിടല്ലേ. യാക്കോബ് എടുത്തേന്. യാക്കോബ് ഇപ്പോൾ പഠന ബൈബിളിൽ നിന്ന് തന്നെ എടുക്കണം നിർബന്ധമില്ല യാക്കോബ്. എന്നാലും അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ പറയണതിൻ്റെ ഒരു ഭാഗം.
അപ്പോൾ ഈ യോഹന്നാൻ്റെ 20 അധ്യായത്തിൽ 19-20 മുതൽ ഇവിടെ പഠന ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വചനക്കോട്ടാണ് ഈ 2 കൊരിന്തോസ് 5-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങളും പിന്നെ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ഉം 15-ഉം 16-ഉം ഒക്കെ നമ്മൾ വായിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ 13 മുതൽ വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങൾ വായിക്കുകയാണ്. രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അല്ലേ? നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവന് തൈലാഭിഷേകം ചെയ്ത്. കണ്ടോ? അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത്, അതായത് ഈ രോഗിയെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. കർത്താവ് അവനെ ഉയർത്തും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവന് മാപ്പ് നൽകും. എങ്ങനെ മാപ്പ് നൽകും? രമ്യതയുടെ ശുശ്രൂഷ വഴി. മനസ്സിലാവുണ്ടോ? രമ്യതയുടെ ശുശ്രൂഷ വഴി. മനസ്സിലായോ? അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങളേറ്റു പറയുകയും. കണ്ടോ? നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയേണ്ട ആവശ്യകതയുണ്ടോ? അതുണ്ട് എന്നൊക്കെയുള്ളത് നമ്മൾ ഈ പടിയിലോട്ട് വരും ഈ മാർപ്പാപ്പയുടെ പ്രബോധനത്തിൽ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമ്മൾ യോഹന്നാൻ്റെ ആ സുവിശേഷ ഭാഗത്തിലേക്ക്, ആ ഫുട് നോട്ടിലേക്ക് വരികയാണ്. ആ ഫുട് നോട്ടിലോട്ട് വന്നേ ഒന്നും കൂടി. ആരുടെ പാപങ്ങൾ മോചിപ്പിക്കുന്നുവോ അല്ലെങ്കിൽ ക്ഷമിക്കുന്നുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫുട് നോട്ടിൽ ഉള്ള ഭാഗം നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും കൂടി വായിക്കട്ടെ. ആ ഫുട് നോട്ടിലെ ഭാഗം. ആത്മാവാണ് സഭയുടെ പാപമോചനാധികാരത്തിൻ്റെ അടിസ്ഥാനവും സ്രോതസ്സുമെന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ശുശ്രൂഷ അവിടുത്തെ അപ്പസ്തോലന്മാർ വഴി തുടർന്നുകൊണ്ടിരിക്കും. എന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ വചനം മറ്റേ കോട്ടുകളിലേക്കോട്ട് പോയത്. പാപങ്ങൾ ക്ഷമിക്കുന്നതിനും ബന്ധിക്കുന്നതിനും യേശുവിൻ്റെ നാമത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന അധികാരം മറ്റിടങ്ങളിൽ കെട്ടുന്നതിനും അഴിക്കുന്നതിനും ഉള്ള അധികാരമാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. പാപമോചനത്തിനുള്ള ഈ അധികാരം കുംഭസാരം എന്ന കൂദാശയിൽ ഉപയോഗിക്കുന്നുവെന്ന് തെന്ത്രോസ് സൂനഹദോസ് നിരീക്ഷിച്ചു. ഏത് സൂനഹദോസ് നിരീക്ഷിച്ചു? തെന്ത്രോസ് സൂനഹദോസ് നിരീക്ഷിച്ചു. മനസ്സിലാവുണ്ടോ? പാപമോചനത്തിനുള്ള ഈ അധികാരം കുംഭസാരം എന്ന കൂദാശയിൽ ഉപയോഗിക്കുന്നുവെന്ന്. പാപമോചനത്തിനുള്ള ഈ അധികാരം കുംഭസാരം എന്ന കൂദാശയിൽ ഉപയോഗിക്കുന്നുവെന്ന് തെന്ത്രോസ് സൂനഹദോസ് നിരീക്ഷിച്ചു. അപ്പോൾ അത് അത്രയും അതിൻ്റെത്. ഇനി നമ്മൾ വീണ്ടും ഈ ദൈവത്തിൻ്റെ നാമം കരുണയാണെന്നുള്ളതിൻ്റെ ആ ഭാഗത്തിലോട്ട് തന്നെ വരികയാണ്. അപ്പോൾ യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യോഹന്നാൻ 20-19-23 അതൊക്കെ ആണ് നമ്മളിപ്പോൾ വായിച്ചത്. അതുകൊണ്ട് അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികൾ ആരാണ്? ആണ് മെത്രാന്മാരും ബിഷപ്പുമാരും കർദിനാൾമാരുമെല്ലാം. മെത്രാന്മാരും അവരുടെ സഹപ്രവർത്തകർ. അപ്പോൾ അവരുടെ സഹപ്രവർത്തകർ ആരാണ്? പുരോഹിതന്മാരും. കണ്ടോ? ദൈവകാരുണ്യത്തിൻ്റെ ഉപകരണങ്ങളായി പരിണമിക്കുന്നു, അല്ലേ? ആ ദൈവകാരുണ്യത്തിൻ്റെ ഉപകരണങ്ങളായി തീരുന്നു, അല്ലെങ്കിൽ പരിണമിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്നു. എന്നിട്ട് പറയാണ് ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായി. അപ്പോൾ അതിന് ശരിക്കുള്ള അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ പകരം നിൽക്കുന്ന ആളുകളായി അവർ പ്രവർത്തിക്കുന്നു. അങ്ങനെയും കൂടി എടുത്ത് വായിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണതേ. അതാണ് ഞാൻ അങ്ങനെ വായിക്കുന്നത്. എന്താണ്? ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായിരുന്നു. അപ്പോൾ ഞാൻ വായിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ പകരം നിൽക്കുന്നവരായി അവർ പ്രവർത്തിക്കുന്നു. ഇത് വളരെ മനോഹരമാണ്. ഇതിന് ഏറെ ആഴത്തിലുള്ള പ്രാധാന്യമുണ്ട്. എന്താ കാരണം? നാം സാമൂഹിക ജീവികളാണ്. കാരണം നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഏറെ ആഴത്തിലുള്ള പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് നിങ്ങളുടെ സഹോദരനോട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവവുമായി എങ്ങനെ സംസാരിക്കും? കണ്ടോ? നിങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് നിങ്ങളുടെ സഹോദരനോട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവവുമായി എങ്ങനെ സംസാരിക്കും? ഇതാണ് ഷെയറിങ്.
മറ്റൊരു അല്ലേ, ഇത് കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചാണ് പറയാം. പക്ഷേ ഇവിടെ അല്ലേ മറ്റൊരു ഭാഗവും കൂടി ഇങ്ങനെ തെളിഞ്ഞു വരാണ് മനസ്സിൽ. സംസാരിക്കാൻ കഴിയുന്നില്ല, ദൈവം എങ്ങനെ അതുകൊണ്ട് കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് തന്നെ ഏറ്റു പറയുന്നത് അവസാനിപ്പിക്കുക. കണ്ടോ? അതുകൊണ്ട് കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് തന്നെ, അതായത് കണ്ണാടിയിൽ നോക്കി എന്ന് പറയണത് നമ്മളിപ്പോൾ ഈ ചോദ്യം എന്തായിരുന്നു? ഇതിൻ്റെ ചോദ്യം എന്താണ്? ഈ അഭിമുഖം നടത്തുന്ന ആൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിച്ച ചോദ്യം എന്താണ്? മാനസാന്തരപ്പെട്ട് സ്വന്തമായി പാപമോചനം തേടുകയും ദൈവവുമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്താൽ പോരാ. എന്തുകൊണ്ടാ? അത് പോരാ. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ CCC നിന്ന് മനസ്സിലാക്കി. അപ്പം ഇവിടെ പറയാണ് മാർപ്പാപ്പ പറയണം. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? എന്താ പറഞ്ഞേ? ക്ഷമിക്കുന്നു. അതുകൊണ്ട് കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് തന്നെ. കണ്ടോ? കണ്ണാടിയിൽ നോക്കി സ്വന്തമായി പാപമോചനം തേടാൻ നമുക്ക് പറ്റില്ല എന്ന്. കണ്ണാടിയിൽ നോക്കി നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുകയല്ല വേണ്ടത്. അപ്പം കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് തന്നെ ഏറ്റുപറയുന്നത് അവസാനിപ്പിക്കുക. നാം സാമൂഹിക ജീവികളാണ്, നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കണത്. ക്ഷമിക്കുന്നതിനൊരു സാമൂഹിക സൂചനയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്ക് പറയാനുള്ളത് ഒരാളുടെ പാപം മുറിവേൽപ്പിക്കുന്നത് മനുഷ്യരാശിയെ മുഴുവനുമാണെന്ന കാര്യം മറക്കരുതെന്നാണ്. കണ്ടോ? പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, എനിക്ക് പറയാനുള്ളത് ഒരാളുടെ പാപം മുറിവേൽപ്പിക്കുന്നത് മനുഷ്യരാശിയെ മുഴുവനുമാണെന്ന കാര്യം മറക്കരുതെന്നാണ്. അതാണ് ഉത്ഭവപാപത്തിലൂടെ സംഭവിച്ചത്. നമ്മളിപ്പോൾ ഒരു പാപം ചെയ്താലും സംഭവിക്കണതും ഇതൊക്കെ തന്നെയാണ്. മനസ്സിലാവുണ്ടോ? അതിനൊരു പ്രസരണശേഷിയുണ്ട്. എന്തുണ്ട്? തിന്മയ്ക്കൊരു പ്രസരണശേഷിയുണ്ട്. അത് പെട്ടെന്ന് പ്രസരിക്കും. മനസ്സിലാവുണ്ടോ? അതാണ് ഒരാളുടെ പാപം മുറിവേൽപ്പിക്കുന്നത് മനുഷ്യരാശിയെ മുഴുവനുമാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 390 എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ആദവും ഹവ്വയും ചെയ്ത പാപത്തിൻ്റെ ആ ഉത്ഭവ പാപത്തിലൂടെ മനുഷ്യവംശത്തിന് എങ്ങനെ പരിക്കേൽപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. അപ്പം ഇതിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അത് വലിയ ഒരു വിഷയമാണ് കേട്ടോ. ഈ ഒരാളുടെ പാപം മുറിവേൽപ്പിക്കുന്ന മനുഷ്യരാശി മുഴുവനുമാണെന്ന കാര്യം മറക്കരുതെന്നാണെന്നുള്ള ആ ഒറ്റ വാക്ക് തന്നെ വലിയ വലിയ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പം നമ്മളിപ്പോൾ അതിലോട്ടൊന്നും ഇപ്പോൾ മനസ്സിൽ വന്നൊരു കാര്യം ഇങ്ങനെ പറയട്ടെ. ഈ തിന്മയ്ക്കൊരു പ്രസരണശേഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. തിന്മയ്ക്കൊരു പ്രസരണശേഷി ഉണ്ടെന്ന് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് പോൾ ധ്യാനത്തിൽ ഇങ്ങനെ അത് ഒരു ബിഷപ്പ് കുർബാന മധ്യയുള്ള അല്ലേ വചനപ്രഘോഷണത്തിൽ പറഞ്ഞ ഒരു കാര്യമായിട്ടാണ് അത് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹം പറയാറുള്ളത്. അപ്പോൾ അദ്ദേഹം അതിനെ കടമെടുത്ത് അദ്ദേഹം ധ്യാനത്തിൽ അദ്ദേഹം ആ കാര്യത്തെ പറഞ്ഞു വയ്ക്കാറുണ്ട്, തോമസ് പോൾ. അപ്പോൾ അതിങ്ങനെയാണ് ഒരു കുടുംബം. അപ്പോൾ ആ കുടുംബത്തിലെ കുടുംബനാഥൻ ഓഫീസിൽ നിന്ന് വന്നിരിക്കുകയാണ്, ഓഫീസിലെ വർക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഭാര്യ ഒരു കപ്പ് ചായയുമായിട്ട് അല്ലെങ്കിൽ കാപ്പിയുമായിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ആൾ പെട്ടെന്ന് ഇപ്പം ഉണ്ടായ സംഭവം തന്നെയാണ്, ഇപ്പം എനിക്കുണ്ടായ സംഭവം ആണ്. പെട്ടെന്ന് എന്തുണ്ടായി? ദേഷ്യപ്പെടും. മനസ്സിലായോ? ദേഷ്യപ്പെടുകയാണ്. എനിക്ക് ചായയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വളരെ കഠിനമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഭാര്യ പെട്ടെന്ന് എന്ത് ചെയ്തു? അത് നേരെ ആ ചായയും കൊണ്ട് എന്ത് ചെയ്തു? കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഈ ഭാര്യ വിചാരിക്കുകയാണ്, ഇപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് ചായയും കൊണ്ടല്ലേ പോയുള്ളൂ. മനസ്സിലാവുണ്ടോ? ഒരു കപ്പ് ചായയും കൊണ്ടാണ് പോയത്. അതിനിപ്പോൾ ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? മനസ്സിലായോ? ഒരു ജോലിയെടുത്ത് തളർന്നു വന്ന ആൾക്ക് ഒരു കപ്പ് ചായ കൊണ്ട് കൊടുത്തപ്പോൾ ദേഷ്യപ്പെടാൻ മാത്രം ഇപ്പം ഇതെന്താ? ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒരു കപ്പ് ചായയല്ലേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞ് ചിന്തിച്ച് ഇങ്ങനെ നിൽക്കേ അല്ലേ? അവരുടെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വന്നിട്ട് അല്ലേ മമ്മി എന്ന് പറഞ്ഞിട്ട് ആ കിച്ചണിലേക്ക് ഓടിച്ചെന്ന് ആ അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ഭാര്യ അല്ലേ ഈ കുഞ്ഞിൻ്റെ അമ്മ എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ പെട്ടെന്നൊന്ന് പിടിച്ചങ്ങാട് മാറി നിൽക്കാങ്ങാടെന്ന് പറഞ്ഞിട്ട് തള്ളാനാണ് അങ്ങോട്ട്. മനസ്സിലാവുണ്ടോ?
ഈ ഭാര്യയ്ക്ക് ഉണ്ടായ വിഷമം നമ്മളിപ്പോൾ കേട്ടല്ലോ, ഭർത്താവിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇത്. അപ്പോൾ ഈ കുഞ്ഞിലേക്ക് കണ്ടോ, ആ കുഞ്ഞിനെ അങ്ങോട്ട് പിടിച്ച് തള്ളി മാറ്റുകയാണ്. മനസ്സിലാവുണ്ടോ? മനസ്സിലായില്ലയോ? അപ്പോൾ ഈ കുഞ്ഞങ്ങാട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് അപ്പുറത്തേക്ക് പോവാണ്. ഇതിപ്പോൾ മമ്മി ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചതിനാണോ മമ്മി ഇപ്പം ഇത്രയും തള്ളണ എന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ശകാരിച്ചതും ഇങ്ങനെ വഴക്ക് പറഞ്ഞതും? ഞാനിതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തതെന്ന് വെച്ചിട്ട് ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകുമ്പോഴത്തേക്കും ആ ഹാളിൽ അവിടെ ഒരു പൂച്ചക്കുട്ടി കിടക്കും. അപ്പോൾ ഈ കുഞ്ഞെന്ത് ചെയ്യും? അപ്പോൾ ഈ പൂച്ചക്കുട്ടിക്ക് വളരെ പ്രിയപ്പെട്ടവളാണ് ഈ കുഞ്ഞ്. ഈ കുഞ്ഞിനും വളരെ പ്രിയപ്പെട്ടതാണ് ഈ പൂച്ചക്കുട്ടി. പക്ഷേ ഈ അവസ്ഥയിൽ ഈ പൂച്ചക്കുട്ടിക്കിട്ടൊരു തട്ട്, കാലിനൊരു തട്ട് വെച്ച് കൊടുക്കണം. മനസ്സിലാവുണ്ടോ? ഒരു തട്ട്. അപ്പോൾ ഈ പൂച്ചക്കുഞ്ഞിനെ കണ്ടിട്ട്, ഈ പൂച്ചക്കുട്ടി കുഞ്ഞിനെ കണ്ടിട്ട് ഇങ്ങനെ അടുത്തേക്ക് വളരെ വാലാട്ടിയേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അതിൻ്റെ ആ സ്നേഹപ്രകടനം കാണിച്ചുകൊണ്ട്. അപ്പോഴാണ് ഈ തട്ട് കിട്ടണേ. അപ്പോൾ ഈ പൂച്ചക്കുട്ടി മ്യാവെന്നും പറഞ്ഞുകൊണ്ട് ഈ പൂച്ചക്കുട്ടി അങ്ങോട്ട് ഓടിപ്പോവാണ്. അപ്പോൾ പൂച്ചക്കുട്ടി വിചാരിക്കണം എന്താ, ഇതിപ്പോൾ ഞാൻ അവളോട് ഇത്തിരി സ്നേഹപ്രകടനം കാണിക്കാൻ വേണ്ടി പോയതാണോ ഇപ്പോൾ ഇത്ര വലിയ തെറ്റായി? മനസ്സിലാവുണ്ടോ? ഈ പൂച്ചക്കുട്ടി മ്യാവെന്നും പറഞ്ഞ് ഓടി പുറത്ത് ചെല്ലുമ്പോൾ മുറ്റത്ത് പട്ടി കിടക്കാണ്. പട്ടി. ആ പട്ടിക്കൊരു മാന്തും ഒരു കടിയും വെച്ച് കൊടുക്കുകയാണ് ആര്? ഈ പൂച്ച. മനസ്സിലാവുണ്ടോ? ഇതാണ് തിന്മയ്ക്കൊരു പ്രസരണശേഷി. ഇത് ശരിക്കും ഞാൻ അനുഭവിച്ചതാണ്. ഇത് ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. ഞാനിനി ആ കഥയിലോട്ട് കടക്കണില്ല. നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ മതി. എനിക്കുണ്ടായതാണിത്. ഞാൻ ഈ കഥയൊക്കെ നമ്മൾ ക്യാമറ ഇല്ലാത്തതിന് മുമ്പ് നമ്മൾ ഈ ഗൂഗിൾ മീറ്റിൽ പറഞ്ഞിട്ടുമുണ്ട് പണ്ടൊക്കെ, നേരത്തേക്ക്. ഇനി അതിലോട്ട് കടക്കണില്ല. സെയിം ആയിട്ട് ഇത് ഇങ്ങനെ തന്നെ പട്ടിയും പൂച്ചയൊന്നും ഉണ്ടായില്ല കഥാപാത്രമായിട്ട്. പക്ഷേ മനുഷ്യരായിട്ട് തന്നെ ഇങ്ങനെ 3-4 സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അതുണ്ടായി. അത് ഈ ഗൂഗിൾ മീറ്റിൽ ഇതിങ്ങനെ പറഞ്ഞ് എൻ്റെ പിറ്റേ ആഴ്ചയിലാണ് എനിക്ക് അനുഭവം ഉണ്ടാവുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായി. എന്തൊരവസ്ഥയാണെന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു എനിക്ക് അനുഭവം ഉണ്ടായപ്പോൾ. അപ്പോൾ മനസ്സിലായോ? തിന്മയ്ക്കൊരു അതാണ് ഉത്ഭവ പാപത്തിനൊരു പ്രസരണശേഷി. അതാണ് മനുഷ്യവംശത്തിന് പരിക്കേറ്റപ്പെട്ട ഒരവസ്ഥ. അതെങ്ങനെയാണ് പരിക്കേറ്റപ്പെട്ടത്? മനസ്സിലാവുണ്ടോ? അപ്പോൾ എന്ന പോലെ തന്നെയാണ് ഇവിടെ ഈ വാക്കിനെ നമ്മൾ മനസ്സിലാകും. ഒരാളുടെ പാപം ഇപ്പം മനസ്സിലായോ? ഇപ്പം ഇപ്പം ഞാൻ എൻ്റെ മോനോട് ഇപ്പോൾ ദേഷ്യപ്പെട്ടു. ഇപ്പം അവൻ്റെ ആ ദേഷ്യം അവൻ എന്ത് ചെയ്യും? അതിങ്ങനെ കിടക്കും. ആ ദേഷ്യം ചിലപ്പോൾ അവൻ്റെ അമ്മ വരുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ സുഹൃത്ത് എന്തെങ്കിലും മറ്റൊരു സ്ഥലത്ത് അത് അപ്ലൈ ചെയ്യപ്പെടും. ഒരു സംശയമില്ല. മനസ്സിലാവുണ്ടോ? ഇത് വലിയൊരു അപകടമാണിത്. നമ്മളെന്ത് സുവിശേഷ പ്രഘോഷണം ഒക്കെ പ്രഘോഷിക്കുന്ന ആളായാലും എത്ര ദൈവാനുഭവത്തിലാണെന്ന് പറയുമ്പോഴും ഇപ്പം കണ്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ ശബ്ദം മാറിയത്. ഇത്രയേ ഉള്ളൂ കാര്യം. ആ ക്യാമറയുടെ സ്വിച്ച്, ആ റെക്കോർഡിങ്ങിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ പറയണത് അവൻ എപ്പോഴും അത് മനസ്സിലാകാറില്ല. പാവം അവൻ അത് എപ്പോഴും ആദ്യം ചെയ്യുമ്പോൾ അത് ആവാറില്ല. അപ്പം അത് പെട്ടെന്ന് ഈ കറണ്ട് പോയതിൻ്റെയും എല്ലാം കണ്ടോ, ഈ കറണ്ട് കണ്ടോ ഓരോരോ കണ്ടോ, മനസ്സിലായോ? കറണ്ട് പോയതുകൊണ്ട് എനിക്ക് ഒരു വിഷമം ഉണ്ടായി. അപ്പോൾ അതൊരു ദേഷ്യമായിട്ട് പുറത്തു വന്നു. അത് ഞാൻ എൻ്റെ മകനോട് പ്രകടിപ്പിച്ചു. ഇതെല്ലാം നമ്മുടെ ജീവിതം, നമ്മുടെ സമൂഹത്തിലാണ്, ഈ ലോകത്തിലാണ് ജീവിക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവും നമ്മുടെ സ്വകാര്യ ജീവിതം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെയും കുടുംബ ജീവിതത്തിൻ്റെയും ഈ ലോക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ പ്രാർത്ഥനയിലേക്കും യേശുവിലേക്കും കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളുമൊക്കെ ഇത് നമ്മൾ തുറന്ന് പറയാണ്. എനിക്കൊരു നാണവുമില്ല പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇവനാണ് കരുണനെക്കുറിച്ച് പറയണേന്ന്? എനിക്ക് കരുണയെക്കുറിച്ച് പറയാനുള്ള സ്കോപ്പുണ്ട്, ഇങ്ങനെ പറയാനുള്ള സ്കോപ്പുണ്ട്. 2 തരത്തിലും സ്കോപ്പുണ്ട്. എല്ലാവർക്കും ഉണ്ട് അത്, എനിക്ക് മാത്രമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ വേറൊരു രീതിയിലേക്കായി പോകണത്. ഇതിപ്പോൾ എൻ്റെ സ്വന്തം ജീവിതകഥയാണ് ഞാനിപ്പോൾ നിങ്ങളോടിപ്പോൾ തിന്മയ്ക്ക് എന്നാൽ നന്മയ്ക്കും പ്രസരണശേഷിയുണ്ട്. പക്ഷെ അത് പതുക്കെ പ്രസരിക്കോളും. അതിനൊരു എന്തുണ്ട്, അതിനൊരു എന്താണ് അതിനെ പറയാം, സ്ലോ അല്ലേ? സ്ലോവിലേ പോവുള്ളത്, സ്ലോവിലാണ് പോവുക. പക്ഷേ തിന്മക്ക് പ്രസരണശേഷി അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് അല്ലേ, അതിൻ്റെ അല്ലേ, അത് വളരെ പെട്ടെന്നത് എന്ത് ചെയ്യും, പ്രസരിക്കും. മനസ്സിലാവുണ്ടോ? ഇത് നിസ്സാര കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കണേ? എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ പാപം മുറിവേൽപ്പിക്കുന്നത്,
മനുഷ്യരാശിയെ മുഴുവനുമാണെന്ന കാര്യം മറക്കരുതെന്നാണ്. ഇപ്പം ഇവിടെ അണലിപ്പാമ്പിൻ്റെ കുഞ്ഞിന് അങ്ങനെ വിഷം വന്നു എന്നൊക്കെയുള്ള നമ്മൾ ആ ഒരു ചോദ്യത്തിനൊക്കെ വളരെ പ്രസക്തമായ ഉത്തരം വളരെ പ്രസക്തമാണിപ്പോൾ. ഉണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറയില്ലേ, ഇത് എവിടെ നിന്ന് കിട്ടി ഇവന് ഈ സ്വഭാവം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടെന്ന് നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളോട് പറയാറുണ്ട്. അപ്പം എനിക്ക് പിന്നീട് മനസ്സിലായപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്താണ്, നമ്മുടെ കുട്ടികൾക്കുള്ള ദേഷ്യ സ്വഭാവം, ചീത്തയായ സ്വഭാവം വല്ലതും ഉണ്ടെങ്കിൽ അത് വന്നേക്കണത് ആരിൽ നിന്നാണ്? നമ്മളിൽ നിന്ന് തന്നെയാണ് ഭൂരിഭാഗം. ഓൾമോസ്റ്റ് മനസ്സിലായി, 99.25% നമ്മളിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉത്ഭവഭാവത്തിൻ്റെ പ്രസരണമുണ്ട്, പക്ഷേ നമ്മളിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രസരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അപ്പനും അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടിയത് എന്തോ അതാണ് നമ്മുടെ മക്കൾക്കും നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് നല്ലതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ, ഇതിപ്പോൾ വേറൊരു വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചു പോയൊരു വാക്ക് ഒന്ന് വായിക്കട്ടെ ഇവിടെ. അത് നിങ്ങൾ കേട്ടാൽ മതി. എന്തെന്നായിരുന്നു? കരുണയുടെ യഥാർത്ഥ അനുഭവം നമുക്കിന്നില്ലാന്ന്. ആദ്യത്തെ ഭാഗത്ത് ഫ്രാൻസിസ് അല്ലേ, കരുണയുടെ യഥാർത്ഥ അനുഭവം നമുക്ക് ഇന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റണു? നമ്മുടെ പിന്നീട് വരുന്ന തലമുറകൾക്ക് നമുക്ക് കരുണ കൊടുക്കാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടാണ്, വെല്ലുവിളിയാണ്. മനസ്സിലാവുണ്ടോ? ഇത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ടോ? ഇത് ഭയങ്കര സീരിയസ് ആണ്. നിസ്സാര കാര്യമല്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ വളരെ സീരിയസ് ആയത് കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ നിർത്തണേണ്. അത് നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അത് അവിടെ കിടന്നിങ്ങനെ കളിക്കുമോ. ഞാൻ പറയാൻ തുടങ്ങിയാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ പാപം മുറിവേൽപ്പിക്കുന്നത് മനുഷ്യരാശിയെ മുഴുവനുമാണെന്ന കാര്യം മറക്കരുതെന്നാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളിൽ എൻ്റെ ജീവിതം ഏൽപ്പിക്കുന്നത് മറ്റൊരാളുടെ കൈകളിലേക്കും ഹൃദയത്തിലേക്കും അത് എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. ഒരു വൈദികനോട് നാം കുമ്പസാരിക്കുമ്പോൾ സംഭവിക്കുന്നതും അതുതന്നെയാണ്. ഇത് യഥാർത്ഥവും ആധികാരികവുമായ ഒരു മാർഗമാണ്. കണ്ണാടിയിലല്ല, മറ്റൊരാളെ നോക്കിയാണ് നാം വസ്തുതകളെ അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ നേരിടുന്നത്. വിശുദ്ധ ഇഗ്നേഷ്യസ് തൻ്റെ ജീവിതം രൂപപ്പെടുത്തുന്നതിന് ക്രിസ്തുവിൻ്റെ ഒരു യോദ്ധാവായി മാറണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുൻപ് പാംപ്ലോണയിൽ വെച്ച് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. അപ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ജീവിതം ഇവിടെ കോട്ട് ചെയ്യുകയാണ്. അവൻ്റെ ജീവിതത്തിലെ ഒരു സംഭവത്തെ കോട്ട് ചെയ്യുകയാണ് മാർപ്പാപ്പ. സ്പെയിൻ രാജാവിൻ്റെ പട്ടാളത്തിൽ ഒരു അംഗമായിരുന്നു ഇഗ്നേഷ്യസ്. റോമൻ ചക്രവർത്തിയായിരുന്ന ചാൾസ് അഞ്ചാമന് വേണ്ടി ഇഗ്നേഷ്യസ് ഫ്രഞ്ച് സൈന്യത്തെ നേരിട്ടു. യുദ്ധത്തിൽ വെച്ച് ഇഗ്നേഷ്യസിനെ ഗുരുതരമായി പരിക്കേറ്റു. താൻ മരിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം കരുതി. യുദ്ധഭൂമിയിൽ ഒരു പുരോഹിതനും ഉണ്ടായിരുന്നില്ല. സായുധനായ ഒരു സൈനികനോട് ഇഗ്നേഷ്യസ് തൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു. ആ സീനൊന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ അല്ലേ നമ്മൾ പറയണത് അല്ലേ, പാപങ്ങൾ ഏറ്റു പറയണത് ആരോടാ? വൈദ്യുതി. ഇപ്പം ഇവിടെ ഇഗ്നേഷ്യസ് ചെയ്ത് എന്താണെന്ന് നോക്കിയേ. അവൻ യുദ്ധഭൂമിയിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കണം. അവിടെ ഒരു പുരോഹിതനും ഇല്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇപ്പം നമ്മൾ നേരത്തെ വായിച്ചില്ലേ അല്ലേ, പരസ്പരം പാപങ്ങൾ ഏറ്റു പറയുകയും എന്ന് നമ്മൾ വായിച്ചോ ഇല്ലയോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചോ ഇല്ലയോ? എന്താണിപ്പോൾ താൻ മരിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം കരുതി. യുദ്ധഭൂമിയിൽ ഒരു പുരോഹിതനും ഉണ്ടായിരുന്നില്ല. സായുധനായ ഒരു സൈനികനോട് ഇഗ്നേഷ്യസ് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. സ്വന്തം സഹപ്രവർത്തകനോട് അല്ലേ, സൈനികനായ മറ്റൊരു സഹപ്രവർത്തകനോട് അവൻ പാപങ്ങൾ ഏറ്റുപറയുകയാണ്. ഒരു അൽമായനായിരുന്നതിനാൽ ഇഗ്നേഷ്യസിന് പാപമോചനം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആർക്ക്? മറ്റാ സൈനികന് കഴിഞ്ഞില്ല. എന്നാൽ മറ്റൊരാളോട് തൻ്റെ പാപങ്ങൾ ഏറ്റുപറയണമെന്ന ചിന്ത ഇഗ്നേഷ്യസിൽ ദൃഢമായുണ്ടായിരുന്നു. അങ്ങനെ ഇഗ്നേഷ്യസ് സ്വന്തം പാപങ്ങൾ മറ്റൊരാളോട് ഏറ്റുപറയാൻ തീരുമാനിച്ചു. ഏറ്റുപറഞ്ഞു. മനോഹരമായൊരു പാഠമാണിത്. ശരിയാണ്, എനിക്ക് കർത്താവിനോട് സംസാരിക്കാനും പാപങ്ങൾ ഏറ്റുപറയാനും കഴിയും. അപ്പോൾ ഇത് വീണ്ടും മാർപ്പാപ്പ പറഞ്ഞു എന്ന ഡയലോഗ് ഇത് മാനസാന്തരപ്പെട്ട് സ്വന്തമായി പാപമോചനം തേടുകയും ദൈവമായി ഒറ്റക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് വീണ്ടും മാർപ്പാപ്പ പറയാണ്, എന്താണ്? ശരിയാണ്, എനിക്ക് കർത്താവിനോട് സംസാരിക്കാനും പാപങ്ങൾ ഏറ്റുപറയാനും കഴിയും. ഉടൻ തന്നെ കർത്താവ് പാപമോചനം നൽകുകയും ചെയ്യും.
അല്ലേ? ശരിയാണ്, ഓക്കെ, അതൊക്കെ നടക്കും. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് ഇത് ശരിയാണ്, ഇതിങ്ങനെ ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ, അതായത് പകരക്കാരനായ വൈദികൻ്റെ മുമ്പിൽ കുമ്പസാരിക്കുകയും സഭാ മാതാവിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ കാരുണ്യം യാചിക്കുന്നതിനായി മുട്ടുകുത്തുകയും വേണം. ഒരു പുരോഹിതനു മുൻപിൽ നാം ഇങ്ങനെ ആയിരിക്കുമ്പോൾ ആ ആംഗ്യം തന്നെ ഒരു വാഹനമായി പരിണമിക്കുകയും ഒരു വാഹനമായി തീരുകയും, എന്താണ് ആ വാക്കൊക്കെ അല്ലേ? എനിക്കിപ്പോഴും അത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. വാഹനമായി പരിണമിക്കുകയും, മനസ്സിലാവുന്നുണ്ടോ? ആ ആംഗ്യം തന്നെ, എന്താംഗ്യം? ആ മുട്ടുകുത്തുന്ന ആംഗ്യം തന്നെ ഒരു വാഹനമായി പരിണമിക്കുകയും വസ്തുനിഷ്ഠമായ ആംഗ്യം, അതായത് ആ വസ്തുതയെ സംബന്ധിച്ച ആംഗ്യത്താൽ കൃപ എന്നെ ഉണർത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. കൃപ എന്നെ ഉണർത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. പൗരസ്ത്യ സഭകളിലെ ഈ സന്ദർഭങ്ങളിലെ അനുഷ്ഠാനങ്ങൾ, അതായത് ഈ കുമ്പസാരിക്കാനായിട്ട് വരുമ്പോഴുള്ള ആ സന്ദർഭത്തിലെ അനുഷ്ഠാനങ്ങൾ എന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്. എന്താണ് ആ അനുഷ്ഠാനങ്ങൾ? അവിടെ കുമ്പസാരക്കാരനായ വൈദികൻ ശിരസിൽ സ്റ്റോൾ മുട്ടിച്ചുകൊണ്ടും തോളിൽ കൈയിട്ട് ആശ്ലേഷിച്ചുകൊണ്ടുമാണ് കുമ്പസാരിക്കാൻ എത്തുന്നയാളെ സ്വാഗതം ചെയ്യുന്നത്. പൗരസ്ത്യ സഭകളിൽ സ്വീകാര്യതയുടെയും കരുണയുടെയും ശാരീരികമായ പ്രാതിനിധ്യമാണത്. കണ്ടോ? സ്വീകാര്യത, അതായത് അതിൻ്റെ ഒരു ഫിസിക്കലി അല്ലേ, സ്വീകരിക്കലിൻ്റെയും കരുണയുടെയും ഒരു ശാരീരികമായ ഒരു ഒരു പ്രവൃത്തി. ആ സ്റ്റോൾ മുട്ടിക്കലും ആ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചുകൊണ്ട് അല്ലേ കുമ്പസാരക്കൂട്ടിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിതൻ. അതാരാണത്? ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ആ ശാരീരികമായ പ്രാതിനിധ്യം ഇത് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്തെന്നാണത്? ധൂർത്തുപുത്രൻ്റെ ഉപമ. അവിടെയും ഇത് തന്നെയല്ലേ നടക്കണേ. അങ്ങനെ നീതിമത്കരിക്കപ്പെടാൻ വൈദികൻ അവിടെ സന്നിഹിതനല്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. പിന്നെ അവിടെ ആരാണ് സന്നിഹിതനായിരിക്കണേ? കർത്താവ് ഈശോ മിശിഹ. മനസ്സിലായോ? നീതിമത്കരിക്കപ്പെടാൻ വൈദികൻ അവിടെ സന്നിഹിതനല്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. കുമ്പസാരത്തിൽ നിശ്ചിത അളവിലുള്ള വിധിക്കപ്പെടൽ നടക്കുന്നുണ്ടെന്നത് ശരിയാണ്. നിശ്ചിത അളവിലുള്ള വിധിക്കപ്പെടൽ നടക്കുന്നുണ്ടെന്നത് ശരിയാണ്. പക്ഷേ ന്യായവിധിയേക്കാൾ വലുതായ ചിലതെല്ലാം ഇവിടെ നടപ്പിൽ വരുന്നു. ന്യായവിധിയേക്കാൾ വലുതായ ചിലതെല്ലാം ഇവിടെ നടപ്പിൽ വരുന്നു. എന്താണ് ന്യായവിധിയേക്കാൾ വലുതായ ചിലതെല്ലാം? ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ, പാപമോചനം നൽകാനും ഒരാളെ മുഖാഭിമുഖമായി, കണ്ടോ, ഫേസ് ടു ഫേസ് നിയോഗിക്കപ്പെടുന്നു. കണ്ടോ? മുഖാഭിമുഖം, മുഖാമുഖം അല്ലേ, മുഖാമുഖം നിയോഗിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാനും പാപമോചനം നൽകാനും ഒരാളെ മുഖാമുഖം നിയോഗിച്ചിരിക്കുന്നു. അത് കരുണയുമായുള്ള അഭിമുഖീകരണമാണ്. എന്നുവെച്ചാൽ കരുണയുമായുള്ള ഒരു നേരിടലാണ്. എന്നിട്ട് അടുത്ത ചോദ്യം കേട്ടോ, അടുത്ത ചോദ്യത്തിലേക്ക് വരാണ്. അടുത്ത ചോദ്യം ഈ അഭിമുഖം ചെയ്യുന്ന ആൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് അടുത്ത ചോദ്യം ചോദിക്കണം. കുമ്പസാരക്കാരൻ എന്ന അങ്ങേക്ക് എന്തനുഭവങ്ങളാണ് ഞങ്ങളുമായി പങ്കുവയ്ക്കാനാവുക? ഞാൻ ഇത് ചോദിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ അടയാളപ്പെടുത്തിയതായി തോന്നുന്നത് കൊണ്ടാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ആഴത്തിൽ ഇതെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാനിത് ചോദിക്കണമെന്ന് ഈ അഭിമുഖം ചെയ്യുന്ന ആൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പറയണം. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം 2013 മാർച്ച് 17 സെയിൻറ്റ് അന്ന ഇടവക ദൈവാലയത്തിൽ വിശ്വാസികളോടൊപ്പം ബലിയർപ്പിക്കവേ, ഓ പിതാവേ, വളരെ ഗുരുതരമായ കാര്യങ്ങൾ ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയെ സമീപിച്ച വ്യക്തിയോട് അങ്ങ് പറഞ്ഞത്, പോകൂ യേശുവിൻ്റെ, അപ്പം ഗുരുതരമായി ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരാൾ ഇങ്ങനെ സമീപിച്ചു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അയാളോട് എന്ത് പറഞ്ഞു? പോകൂ, യേശുവിൻ്റെ പക്കലേക്ക് പോകൂ, അവനെല്ലാം മറക്കുന്നു, പൊറുക്കുന്നു എന്നായിരുന്നുവല്ലോ അന്നത്തെ വചനപ്രഘോഷണ വേളയിൽ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചത്. ക്ഷമിക്കുന്നതിൽ ദൈവം മടുപ്പ് കാണിക്കുന്നില്ലെന്നാണ്.
കുറച്ചു കഴിഞ്ഞ് കർത്താവിൻ്റെ മാലാഖ ചൊല്ലവേ മറ്റൊരു സംഭവം അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. ദൈവത്തിൻ്റെ കരുണയില്ലാതെ ലോകത്തിന് നിലനിൽപ്പില്ലെന്ന് കുമ്പസാരിച്ച വൃദ്ധയെക്കുറിച്ചായിരുന്നു അത്. അപ്പോൾ ഒരു വൃദ്ധ കുമ്പസാരത്തിനായിട്ട് വന്നൊരു കാര്യം കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അടിയിലേക്ക് പറയുകയാണ്. എന്നിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണം, അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയണം, ഞാൻ ആ സംഭവം നല്ലതുപോലെ ഓർമ്മിക്കുന്നുണ്ട്. എൻ്റെ സ്മരണയിൽ ദൃഢമായി നിൽക്കുന്ന ഒന്നാണത്. കാരണം ഈ വൃദ്ധ ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. തെക്കൻ ഇറ്റലി, ഗലീസിയ അല്ലെങ്കിൽ പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ നിങ്ങൾ കണ്ടുമുട്ടാറുള്ള പല സ്ത്രീകളെയും പോലെയുള്ള കറുപ്പ് വസ്ത്രങ്ങൾ അണിഞ്ഞ കൃഷഗാത്രയും, അതായത് മെലിഞ്ഞുണങ്ങിയ എന്ന്, കൃഷഗാത്ര എന്ന് പറഞ്ഞാൽ മെലിഞ്ഞുണങ്ങിയ ശരീരം എന്നൊക്കെയുള്ളതാണ്, പൊക്കം കുറഞ്ഞവളുമായ ഒരു വൃദ്ധയായിരുന്നു അവർ. ആ ഇടയ്ക്ക് ഞാൻ ബ്യൂണസ് അയേഴ്സിലെ സഹായമെത്രാനായിരുന്നു. ഫാത്തിമ മാതാവിൻ്റെ പ്രതിമയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി ആഘോഷപൂർവമായ ഒരു ദിവ്യബലി അർപ്പിക്കുകയുണ്ടായി. കുമ്പസാരിക്കാൻ ഞാൻ അവിടെ സന്നിഹിതനായിരുന്നു. ദിവ്യബലി അവസാനിപ്പിക്കവേ എനിക്ക് ഒരു സ്ഥൈര്യലേപന ചടങ്ങിൽ പങ്കെടുക്കാനായി പോകേണ്ടിയിരുന്നു. വൃദ്ധയും വിനീതയുമായ ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടത് അപ്പോഴാണ്. ഞാൻ അവരുടെ നേരെ തിരിഞ്ഞു. അർജന്റീനയിൽ ഞങ്ങളുടെ നാട്ടുനടപ്പ് പോലെ ഞാൻ അവരെ അമ്മൂമ്മേ എന്ന് വിളിച്ചു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ വേറൊരു സ്ഥൈര്യലേപന ചടങ്ങിലേക്ക് പോകാൻ വേണ്ടി വളരെ തിരക്കിട്ടിരിക്കുകയാണ് ഈ ബലിയർപ്പണം കഴിഞ്ഞിട്ട്. അപ്പോഴാണ് ഈ വൃദ്ധ കുമ്പസാരിക്കാനായിട്ട് കടന്നു വരണേ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അമ്മൂമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അമ്മൂമ്മേ നിങ്ങൾക്ക് കുമ്പസാരിക്കണോ? വേണം, അവർ പെട്ടെന്ന് മറുപടി നൽകി. ഞാൻ പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നതിനാൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് പാപങ്ങളൊന്നുമില്ലെങ്കിൽ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, നിങ്ങൾക്ക് പാപങ്ങളൊന്നുമില്ലെങ്കിൽ. അപ്പോൾ അവരുടെ ഉത്തരം പെട്ടെന്ന് വേഗത്തിലുമായിരുന്നു, നമുക്കെല്ലാവർക്കും പാപങ്ങളുണ്ട്. ഈ വൃദ്ധ പറയണേ ഫ്രാൻസിസ് മാർപ്പാപ്പയോട്, നമ്മൾക്കെല്ലാവർക്കും പാപങ്ങളുണ്ട്. അവരുടെ ഉത്തരം പെട്ടെന്നും വേഗത്തിലുമായിരുന്നു, നമുക്കെല്ലാവർക്കും പാപങ്ങളുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞു, കർത്താവിന് അവരോട് ക്ഷമിക്കാൻ കഴിയില്ലായിരിക്കും. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, അപ്പം എന്നാൽ അവരോട് ക്ഷമിക്കാൻ കഴിയില്ലായിരിക്കും കർത്താവിന്. അപ്പോൾ വീണ്ടും അവർ മറുപടി പറയാണ്, ഈ വൃദ്ധ മറുപടി, കർത്താവ് എല്ലാം ക്ഷമിക്കുന്നു. എൻ്റെ പ്രതികരണം, അപ്പോൾ മാർപ്പാപ്പ പറയാണ്, എൻ്റെ പ്രതികരണവും പെട്ടെന്നായിരുന്നു, അക്കാര്യം അമ്മൂമ്മയ്ക്ക് എങ്ങനെ അറിയാം? കർത്താവ് എല്ലാം ക്ഷമിക്കുന്നു എന്നത് അമ്മൂമ്മയ്ക്ക് എങ്ങനെ അറിയാം? ആ ചോദ്യത്തിനും ഉത്തരം ഉടനടി. കർത്താവ് എല്ലാം ക്ഷമിക്കുന്നില്ലെങ്കിൽ ലോകം തന്നെ നിലനിൽക്കുകയില്ല. അമ്മൂമ്മ പറയാണ്, എന്തിനാ വൃദ്ധ പറയാണ്, എന്താണ്? കർത്താവെല്ലാം ക്ഷമിക്കുന്നില്ലെങ്കിൽ ഈ ലോകം, നമ്മുടെ ലോകം തന്നെ നിലനിൽക്കില്ല. എന്നിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ലെങ്കിലും, കണ്ടോ, ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ലെങ്കിലും സാധാരണക്കാരായ മനുഷ്യരുടെ അറിവ് വെളിപ്പെടുത്തുന്ന ഉദാഹരണമാണിത്. അതായത് ആ വൃദ്ധ വല്ല ദൈവശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? കരുണയെക്കുറിച്ചും പാപികയോട് കർത്താവ് എങ്ങനെ ക്ഷമിക്കുന്നു എന്ന് ഒരു മെത്രാന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ആ വൃദ്ധ സ്ത്രീ. മനസ്സിലാവുണ്ടോ? അത് ഫ്രാൻസിസ് മാർപ്പാപ്പ, എനിക്ക് ഇല്ലേ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ അറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ അവരെ സ്നേഹത്തോടെ ഒന്ന് നമ്മളിങ്ങനെ എന്താണ് ഒന്ന് പരീക്ഷിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെന്താണ്, ഇവർ എത്രത്തോളം ഇവർ കുമ്പസാരിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് എന്നൊക്കെയുള്ള ശരിക്കും അത് തന്നെയാണ് അതിൽ എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ്, അത് തന്നെയാണ് സത്യവും. അപ്പോൾ പരീക്ഷിക്കണേണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് മെത്രാനായിരിക്കെ. അപ്പോൾ ഇവരുടെ ഉത്തരവും ഇതൊക്കെ കേട്ടിട്ട് മാർപ്പാപ്പ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ, പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പയായ അദ്ദേഹം ഞെട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരുടെ അറിവ് വെളിപ്പെടുത്തുന്ന ഉദാഹരണമാണിത്. ആദ്യത്തെ കർത്താവിൻ്റെ മാലാഖയ്ക്ക് മധ്യേ. അതുകൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ പഠിച്ചിട്ടുണ്ടാകണം. യഥാർത്ഥത്തിൽ നിങ്ങൾ റോയോ മറോണിനോടൊപ്പം പഠിച്ചിരിക്കാം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ധാർമ്മിക ശാസ്ത്രത്തിൽ ഒരു പ്രധാന ഗ്രന്ഥം രചിച്ച ഡൊമിനിക്കൻ വൈദികനായ അന്റോണിയോ ഗായോ മറോണിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വൃദ്ധയായ ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ എന്നെ അമ്പരിപ്പിച്ചു കളഞ്ഞു. കണ്ടു, ഈ വാക്ക് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല കേട്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നോണ്ടോ. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അമ്പരിപ്പിച്ചു കളഞ്ഞു ഈ വൃദ്ധയുടെ വാക്കുകൾ. കരുണയില്ലാതെ ദൈവത്തിൻ്റെ പാപമോചനമില്ലാതെ ഈ ലോകം നിലനിൽക്കില്ല, അതിന് നിലനിൽക്കാൻ കഴിയുകയുമില്ല.
ഒരു കുമ്പസാരക്കാരൻ എന്ന നിലയിൽ അടച്ചിട്ട വാതിലിന് മുന്നിലും, ശ്രദ്ധിക്കണം കേട്ടോ, ഒരു കുമ്പസാരക്കാരൻ എന്ന നിലയിലേ അടച്ചിട്ട വാതിലിന് മുന്നിലും ഞാൻ ചെറിയൊരു വിള്ളൽ തിരയുന്നു. മനസ്സിലാവണ്ടോ നിങ്ങൾക്ക് എൻ്റെ പോയിന്റ് എന്താണെന്ന്? അല്ലേ, ആ കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു വരുന്ന ആ ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലേ, ആ വൈദികനായിരുന്ന കാലഘട്ടത്തിലും മെത്രാനായിരുന്ന കാലഘട്ടത്തിലും എല്ലാം കുമ്പസാരിക്കാൻ വരുന്നവരോട് അല്ലേ, അടച്ചിട്ട വാതിൽ അല്ലേ, അടച്ചിട്ട വാതിലെന്ന് വെച്ചാൽ ആ അടഞ്ഞ ഹൃദയവുമായിട്ട് ആ പാപി കടന്നു വരുമ്പോൾ അല്ലേ ഒരു ചെറിയൊരു വിള്ളൽ ഞാൻ തിരയും. അതായത് പാപബോധത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഒരു ചെറിയ ശകലം അവനിൽ ഉണ്ടോ, അവളിലുണ്ടോ എന്ന് തിരയും. ഒരു ചെറിയൊരു പഴുതെങ്കിലും കിട്ടിയാൽ എനിക്ക് ആ വാതിൽ തുറക്കാനും പാപമോചനവും ദൈവകരുണയും നൽകാനുമാകും. കണ്ടോ, ഒരു ചെറിയ ഒരു പഴുത് കിട്ടിയാൽ മതി. ആ പഴുതാണ് ആദ്യം നമ്മൾ അല്ലേ, ഒരു ഫ്രഞ്ച് പട്ടാളക്കാരനെ തൂക്കിക്കൊല്ലാൻ പോയപ്പോൾ അല്ലേ, ആ കഥയൊക്കെ ഇനി അടുത്ത് വീണ്ടും വരും, അതിനിയും ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് ആ വാതിൽ തുറക്കാനും പാപമോചനം ദൈവകരുണയും നൽകാനുമാകും. എന്നിട്ട് പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ്. കുമ്പസാരം ഡ്രൈ ക്ലീനിങ് ആക്കരുത്, അതായത് കുമ്പസാരം ഡ്രൈ ക്ലീനിങ് ആക്കരുതെന്ന് അങ്ങൊരിക്കൽ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത്? കുമ്പസാരം ഒരു ഡ്രൈ ക്ലീനിങ് ആണെന്ന് പോലെ ആക്കരുതെന്ന് മാർപ്പാപ്പ പറഞ്ഞു. അപ്പോൾ അതെന്താണ് അങ്ങ് ഉദ്ദേശിച്ചതെന്ന് ഈ അഭിമുഖം ചെയ്യുന്ന ആൾ ചോദിക്കാം. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, അത് ഉദാഹരണം മാത്രമായിരുന്നു. ചില കപടനാട്യക്കാരെ ഉദ്ദേശിച്ചായിരുന്നു അത്. അവർ കരുതുന്നത് പാപം ഒരു കറയാണെന്നും കറ മാത്രമാണെന്നുമാണ്. കണ്ടോ, അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? പാപം ഒരു കറയാണെന്നും കറ മാത്രമാണെന്നുമാണ്. അപ്പോൾ കറയാണെങ്കിൽ എന്ത് വേണം? ഡ്രൈ ക്ലീനിങ് ചെയ്താൽ പോരെ, പോകൂലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പറയാണ്, കറ ഡ്രൈ ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ എല്ലാം പഴയതുപോലെ ആകുമെന്ന് അവർ ചിന്തിക്കുന്നു. ഡ്രൈ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാലേ പഴയതുപോലെ ആകുമല്ലോ. പക്ഷേ പാപം ഒരു കറ മാത്രമല്ല, അതൊരു മുറിവാണ്. കണ്ടോ, പാപം ഒരു കറ മാത്രമല്ല, അതൊരു മുറിവാണ്. എവിടെ കിട്ടിയ മുറിവാണ്? എവിടെ കിട്ടിയ മുറിവാണ്? ആത്മാവിലേൽക്കുന്ന മുറിവാണത്. ആത്മാവിനാണ് ആ മുറിവ്. മനസ്സിലായോ? പാപം ഒരു കറ മാത്രമല്ല, അതൊരു മുറിവാണ്. അപ്പം മുറിവാണെങ്കിൽ എന്ത് വേണം? ഡ്രസ്സ് ചെയ്യണം, മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്യണം, ട്രീറ്റ്മെൻറ്റിന് പോകണം. മനസ്സിലാവുന്നുണ്ടോ? ചികിത്സ വേണം. വൈദ്യനെ സമീപിക്കണം, വൈദ്യനെ സമീപിക്കണം, അല്ലേ? ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, മരുന്ന് കഴിക്കണം, ചികിത്സ വേണം. അപ്പം ഇവിടുത്തെ ചികിത്സ എന്താണ്? ഇവിടെ വൈദ്യനല്ല, ഇവിടെ വൈദികനെ സമീപിക്കണം ഈ മുറിവിന് വേണ്ടി. പക്ഷെ പാപം ഒരു കറ മാത്രമല്ല, അതൊരു മുറിവാണ്. അതിന് ചികിത്സ വേണം, അങ്ങനെ സൗഖ്യപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ വസ്ത്രങ്ങൾ ഡ്രൈ ക്ലീനിങ് ചെയ്യാൻ കൊടുക്കുന്നത് പോലെയല്ല നിങ്ങൾ കുമ്പസാരത്തിനായി പോകേണ്ടതും. അപ്പോൾ അടുത്ത ചോദ്യം ഇതാ, അങ്ങ് ഉപയോഗിച്ച മറ്റൊരു ഉദാഹരണം. കുമ്പസാരക്കൂട് ഒരു പീഡനമുറി ആയിരിക്കരുതെന്ന് അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അല്ലേ, കുമ്പസാരക്കൂട് ഒരു പീഡനമുറി ആയിരിക്കരുതെന്ന് അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അടുത്ത ചോദ്യം ഉണ്ടോ? അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഈ വാക്കുകൾ കുമ്പസാരക്കാരായ വൈദികരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. ചില കുമ്പസാരക്കാർ കൂടുതൽ ജിജ്ഞാസ കാണിക്കുന്നു. ഈ ജിജ്ഞാസ അനാരോഗ്യകരമാണ്. ഒരിക്കൽ ഞാൻ കേട്ടു, വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളായ ഒരു സ്ത്രീ 13-ാം വയസ്സിലോ 14-ാം വയസ്സിലോ കുമ്പസാരം നിർത്തിയെന്ന്. ഒരു കുമ്പസാരക്കാരൻ ചോദിച്ചുവത്രേ, ഉറങ്ങുമ്പോൾ അവൾ കൈകൾ വയ്ക്കുന്നത് എവിടെയാണ്? ഇത് ജിജ്ഞാസയുടെ ആധിക്യമാണ്. പ്രത്യേകിച്ച് ലൈംഗികമായ കാര്യങ്ങളിൽ ഒട്ടും ആവശ്യമില്ലാത്ത വിശദാംശങ്ങൾ ചോദിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ഉദാഹരണമാണിത്. കുമ്പസാരിക്കുന്ന ഒരാൾക്ക് പാപങ്ങളെക്കുറിച്ച് ലജ്ജ തോന്നുന്നത് നല്ലതാണ്. ലജ്ജ നമുക്ക് വേണ്ട കൃപയാണ്. അത് നല്ലതുമാണ്. അത് നമ്മെ നല്ലതിലേക്ക് മിഴിപായിക്കുന്നു, നമ്മെ താഴ്മയുള്ളവരാക്കുന്നു. ഒരു കുമ്പസാരക്കാരൻ എന്ന നിലയിൽ നാം കേൾക്കുകയാണ് വേണ്ടത്. ചെവിയുടെ അപ്പസ്തോലേറ്റ് എന്ന് അവിടെ ഇപ്പോൾ എഴുതിയിട്ടില്ല, ഞാനത് ഓർമ്മിപ്പിച്ചതാണ്. ചെവിയുടെ അപ്പസ്തോലേറ്റ് നാം കേൾക്കുകയാണ് വേണ്ടത്, ചോദ്യം ചോദിക്കുകയല്ല വേണ്ടത്.
പിന്നീട് കുമ്പസാരക്കാരൻ ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നു, നന്നായി ഉപദേശിക്കുകയും ചെയ്യുന്നു. കുമ്പസാര കൂടുകൾ പീഡന അറകളാകരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചതിനുള്ള വിശദീകരണം ഇതാണ്. അപ്പോൾ കുമ്പസാരക്കൂട് ഒരു പീഡനമുറി ആകരുതെന്ന് ചില കുമ്പസാരക്കാരായ വൈദികരെ ഉദ്ദേശിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. കുമ്പസാരം ഒരു ഡ്രൈ ക്ലീനിങ് ആക്കരുതെന്ന് പറഞ്ഞത് കുമ്പസാരക്കാൻ വരുന്ന ചില കപടനാട്യക്കാരായ വിശ്വാസികളെ ഉദ്ദേശിച്ചിട്ടുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത ചോദ്യം, ജോർജ് മാരിയോ ബെർഗോളിയോ അതാരാണെന്നറിയോ? ജോർജ് മാരിയോ ബെർഗോളിയോ അതാരാണ്? അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരാണത്. ജോർജ് മാരിയോ ബെർഗോളിയോ ഒരു കർക്കശക്കാരനാണോ അതോ ഏറെ കാരുണ്യം കാണിക്കുന്ന കുമ്പസാരക്കാരനോ? അപ്പോൾ അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കുകയാണ്, താങ്കൾ അല്ലേ അങ്ങൊരു കാർക്കശക്കാരനാണോ അതോ കാരുണ്യം കാണിക്കുന്ന കുമ്പസാരക്കാരനാണോ? അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണം, ബിഷപ്പായിരുന്നപ്പോഴും കർദിനാളായിരുന്നപ്പോഴും എല്ലാം കുമ്പസാരിപ്പിക്കാൻ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഞാൻ കുമ്പസാരം കേൾക്കുന്നത് കുറവാണ്, എങ്കിലും ചിലപ്പോഴെങ്കിലും കുമ്പസാരിപ്പിക്കാറുണ്ട്. എനിക്ക് ഒരു ദൈവാലയത്തിലേക്ക് നടന്നു ചെല്ലാനും കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുവാനും കഴിയുമ്പോഴെല്ലാം തന്നെ നമുക്ക് ചോദ്യത്തിന് മറുപടി പറയാമല്ലേ? കുമ്പസാരിപ്പിക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർമ്മിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണേ, ഞാൻ ഇടയ്ക്കൊക്കെ കുമ്പസാരിപ്പിക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ എല്ലാം. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കുമ്പസാരിപ്പിക്കുമ്പോൾ എല്ലാം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കും. എനിക്ക് കരുണ ആവശ്യമാണെന്ന് ചിന്തിക്കും. കണ്ടോ, എനിക്ക് കരുണ ആവശ്യമാണെന്ന് ചിന്തിക്കും. അങ്ങനെ ഞാൻ വലിയൊരളവിൽ തന്നെ പാപമോചനം നൽകുകയും ചെയ്യുന്നു. അതാണ് ആ മലയിലെ പ്രസംഗത്തിൽ അല്ലേ, 5-ാം അധ്യായത്തിലല്ലേ. അപ്പോൾ അവിടെ പറയണ അല്ലേ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മനസ്സിലായോ? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണത് എന്താണ്? ഞാൻ കുമ്പസാരിപ്പിക്കാനിരിക്കുമ്പോൾ എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കും. എനിക്ക് കരുണ ആവശ്യമാണെന്ന് ഞാൻ ചിന്തിക്കും. അപ്പം എന്ത് വേണം? എനിക്ക് കരുണ വേണമെങ്കിൽ ഇനി എന്ത് വേണം? ഇനി ഞാൻ കരുണ കൊടുക്കണം. അങ്ങനെ ഞാൻ വലിയൊരളവിൽ തന്നെ പാപമോചനം നൽകുകയും ചെയ്യുന്നു. താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമോ ഫേഡേ.